ഹലോ, എല്ലാവർക്കും വെൽക്കം. അപ്പോൾ സോഷ്യോളജിയുടെ മൂന്നാമത്തെ ക്ലാസ് ആണ് ഇന്ന്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോഷ്യൽ കൺട്രോള്, സോഷ്യൽ പ്രോസസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. സോഷ്യൽ കൺട്രോളിൻ്റെ വേരിയസ് ഫോംസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. ഓക്കെ, സോഷ്യൽ കൺട്രോളിൽ നമ്മൾ പഠിച്ചു ഏതൊക്കെയാണ് വേരിയസ് ഫോംസ്. ഫോർമൽ ഉണ്ട്, ഇൻഫോർമൽ ഉണ്ട്, ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, പോസിറ്റീവ്, നെഗറ്റീവ്, അങ്ങനെ വേരിയസ് ഫോംസ് ഓഫ് സോഷ്യൽ കൺട്രോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൽ ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളിന്റെ കുറച്ച് ഏതൊക്കെയാണ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്ന് നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, ഫസ്റ്റ് വൺ, ട്രഡീഷൻസ്. ട്രഡീഷൻസ് പറഞ്ഞാൽ നമ്മുടെ പാരമ്പര്യം. നമുക്കറിയാമല്ലേ, പാരമ്പര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജനറേഷൻ വഴി പാസ് ചെയ്തു വരുന്ന ഒരു പ്രാക്ടീസ് ആണ് പാരമ്പര്യം. ഓക്കെ, ട്രഡീഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീസ് ആർ ഐഡിയാസ്, ഹാബിറ്റ്സ് ആൻഡ് വേസ് ഓഫ് ബിഹേവിയർ പാസ്ഡ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ. ജനറേഷൻ ടു ജനറേഷൻ പാസ് ചെയ്യുന്ന നമ്മുടെ ഐഡിയാസ്, ഹാബിറ്റ്സ്, വേ ഓഫ് ബിഹേവിയർ ആണ് ട്രഡീഷൻസ്. പരമ്പരാഗതമായി കൈമാറി വരുന്ന, ഓക്കെ, അതൊക്കെ ട്രഡീഷൻസ് ആണ്. കസ്റ്റംസ്. കസ്റ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രഡീഷന്റെ ഒരു പാർട്ടാണ്. കസ്റ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രഡീഷന്റെ ഒരു പാർട്ടാണ്. ട്രഡീഷനും കസ്റ്റംസും വെച്ച് നോക്കുക വെച്ചെങ്കിൽ, കസ്റ്റംസ് നമ്മുടെ എവരിഡേ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസസ് ആണ് കസ്റ്റംസ്. പക്ഷേ ട്രഡീഷൻസ് അങ്ങനെയല്ല. ഓക്കെ, അതാണ് ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം. കസ്റ്റംസ് ആർ കോമൺ വേ ഓഫ് ആക്ടിങ്. ദേ ആർ strong tradition which have been followed for several generations and have great influence on the habit of people in the society. ഓക്കെ, കസ്റ്റംസ് ട്രഡീഷന്റെ ഒരു പാർട്ടാണ്. അതില് നമ്മൾ പറഞ്ഞൂലേ, ട്രഡീഷൻസ് നമ്മുടെ പരമ്പരാഗതമായിട്ട് കൈവരിച്ചതും കസ്റ്റംസ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചെയ്യുന്നതുമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഒരാളെ കണ്ട നമസ്തേ പറയുന്നത് നമ്മുടെ കസ്റ്റംസ് ആണ്. ട്രഡീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ റിച്വൽസ് ഒക്കെ ഉണ്ടാവൂലേ, ഇപ്പോൾ വെഡിങ് റിങ് കൈമാറുക, അങ്ങനത്തെ ഓരോ സൊസൈറ്റിയിലും കണ്ടുവരുന്ന അങ്ങനത്തെ കാര്യങ്ങളാണ് ട്രഡീഷൻസ്. ഇനി ഹാബിറ്റ്സ്. ഹാബിറ്റ്സ് ആർ ഡെവലപ്ഡ് ബൈ ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻ ടൈംസ് മേ ബിക്കം കസ്റ്റംസ്. ഹാബിറ്റ്സ്, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഹാബിറ്റ്സ് ഉണ്ടാവും അല്ലെ. ഗുഡ് ഹാബിറ്റ്സും ഉണ്ട്, ബാഡ് ഹാബിറ്റ്സും ഉണ്ട്. ഗുഡ് ഹാബിറ്റ്സിൽ പറഞ്ഞാൽ രാവിലെ നേരത്തെ നീക്കുക, എക്സസൈസ് ചെയ്യുക, നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുക, അതൊക്കെ ഗുഡ് ഹാബിറ്റ്സിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഹാബിറ്റ്സ് ഒരു രാത്രി കൊണ്ട് ഫോം ചെയ്യുന്നതല്ല. ത്രൂ റെപ്പിറ്റേഷൻ, നമ്മൾ ഡെയിലി ചെയ്ത് വരുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ ഹാബിറ്റ്. നമ്മൾ ഒരു ദിവസം കൊണ്ട് ചെയ്താൽ അത് ഹാബിറ്റ് ആവില്ല. അതൊരു റെപ്പിറ്റേഷൻ വഴി നമ്മൾ കൈവരിക്കുന്നതാണ് എന്ത്, ഹാബിറ്റ്സ്. അതുകൊണ്ട് തന്നെ ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് അൺകോൺഷ്യസ്ലി ചെയ്യണം, വിത്തൗട്ട് എനി കോൺഷ്യസ് എഫേർട്ടിൽ ചെയ്യുന്ന ഒന്നാണ് ഹാബിറ്റ്. ഈ ഹാബിറ്റ് ഒരു ഇൻഡിവിജ്വല് ചെയ്ത് അതൊരു കസ്റ്റം ആവും. ഓക്കെ, നമ്മൾ മൂന്നെണ്ണം പഠിച്ചു: ട്രഡീഷൻ, കസ്റ്റം, ഹാബിറ്റ്സ്. ഇനി നമുക്ക് അടുത്തത് മോഴ്സ് എന്താ നോക്കാം. മോഴ്സ് നമ്മുടെ മോറൽസിനായിട്ട് റിലേറ്റ് ചെയ്തതാണ്. നമ്മുടെ ധാർമ്മികതയുമായി റിലേറ്റ് ചെയ്ത ഒരു ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ ആണ് മോഴ്സ്. അത് പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. പോസിറ്റീവ് മോഴ്സും ഉണ്ട്, നെഗറ്റീവ് മോഴ്സും ഉണ്ട്. വാട്ട് ഈസ് മോഴ്സ് ആർ കണക്റ്റഡ് വിത്ത് മോറൽസ് ദാറ്റ് ഈസ് കൺസിഡേർഡ് ബൈ ദ സൊസൈറ്റി ടു ബി റൈറ്റ് ഓർ റോങ് ബിഹേവിയർ. റൈറ്റ് ആയിട്ടുള്ള ബിഹേവിയർ നമ്മൾ പോസിറ്റീവ് മോഴ്സ് എന്നും, റോങ് ആയിട്ടുള്ള ബിഹേവിയർ നമ്മൾ നെഗറ്റീവ് മോഴ്സ് എന്നും വിളിക്കുന്നു. ദീസ് ആർ പവർഫുൾ കൺട്രോൾ ഓഫ് സോഷ്യൽ ബിഹേവിയർ ആൻഡ് പാർട്ട് ഓഫ് ട്രെയിനിങ് ഗിവൻ ടു ചിൽഡ്രൻ ബൈ പാരന്റ്സ് ആൻഡ് റിലീജിയസ് ഗ്രൂപ്പ്. മോഴ്സിന് സോഷ്യൽ ഗ്രൂപ്പിന്റെ സോഷ്യൽ ബിഹേവിയറിന് ഒരു പവർഫുൾ കൺട്രോൾ തന്നെ ഉണ്ട്. പോസിറ്റീവും നെഗറ്റീവും മോഴ്സ് ഉള്ള കാരണം നമ്മുടെ സൊസൈറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു പവർഫുൾ കൺട്രോള് മോഴ്സിനുണ്ട്. പോസിറ്റീവ് മോഴ്സിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ മുതിർന്നവരോട് ബഹുമാനത്തോടെ പെരുമാറുക, അതുപോലെ നമ്മുടെ റിച്വൽസ് പ്രാക്ടീസ് ചെയ്യുക, നമ്മുടെ സിൻസിയറിറ്റി, ഹോണസ്റ്റി, അതൊക്കെ പോസിറ്റീവ് മോഴ്സിന് എക്സാമ്പിൾ ആണ്.
പക്ഷേ നെഗറ്റീവ് മോഴ്സിന് എക്സാമ്പിൾ എന്താ? നെഗറ്റീവ് മോഴ്സിനെ വേറെ വിളിക്കുന്ന ഒരു പേരാണ് ടാബൂസ്. ടാബൂസ് എന്ന് പറഞ്ഞാൽ വിലക്ക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ, ചീത്ത കാര്യങ്ങൾ. ഇപ്പൊ നോണ പറയുക, ഇപ്പൊ ഒരു ജയിലിലേക്ക് പോവുക, കുറ്റം ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നതാണ് നെഗറ്റീവ് മോഴ്സ്. ഫോർബിഡൻ ആക്ഷൻ, വിലക്ക് ഉള്ള കാര്യങ്ങൾ ചെയ്യുക, അതാണ് നെഗറ്റീവ് മോഴ്സിന് എക്സാമ്പിൾ, ചീത്ത കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ 5 സോഷ്യൽ കൺട്രോൾ, ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളിന്റെ പ്രാക്ടീസസ് പഠിച്ചു. ട്രഡീഷൻ, കസ്റ്റംസ്, ഹാബിറ്റ്സ്, മോഴ്സ് ആൻഡ് ഫോക്ക് വേ, കൾച്ചർ, നോംസ്. ഇനി ഫോക്ക് വേ എന്താന്ന് നോക്കാം. ഫോക്ക് വേ ആർ ദ വേസ് ഓഫ് ഫോക്ക് ഓർ ഗ്രൂപ്പ്. ഈച്ച് സൊസൈറ്റി ഹാസ് ഇറ്റ്സ് ഓൺ വെറൈറ്റി ഓഫ് ഫോക്ക് വേ പ്രോസസ്. ഫോക്ക് വേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാടോടി, ഫോക്ക് എന്ന് പറഞ്ഞ ഒരു നാടോടി എന്നാണ് മീനിങ് വരുന്നത്. ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ ഒരു പ്രാക്ടീസ്, ഫോക്ക് ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ അവരുടെ ബിഹേവിയർ, അവരുടെ പ്രാക്ടീസ്, അതൊരിക്കലും ഒരു റിട്ടൺ റൂൾ അല്ല. റിട്ടൺ റൂൾ അല്ലാത്ത കാരണമാണ് ഇൻഫോർമലി വന്നത്. അത് ഒരു നാടോടി പ്രദേശം, ഒരു പ്രദേശത്തെ സംബന്ധിച്ചുള്ളതാണ് ഈ ഫോക്ക് വേ. ഫോക്ക് വേ ആർ ദ വേസ് ഓഫ് ദ ഫോക്ക് ഓർ ഗ്രൂപ്പ്. അതുപോലെ തന്നെ ഈ ഓരോ ഫോക്കിനും, ഓരോ സൊസൈറ്റിക്കും ഓരോരോ ഫോക്ക് വേ പ്രോസസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് വൺ കൾച്ചർ. കൾച്ചർ മീൻസ് നമ്മുടെ സംസ്കാരം. ആ സംസ്കാരത്തിൽ, ഓരോ സൊസൈറ്റിയിലും സംസ്കാരം ഉണ്ട് അല്ലെ. ആ സംസ്കാരത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടിരിക്കുന്ന കോൺസെപ്റ്റ് എന്തൊക്കെയാന്ന് വെച്ചാൽ സോഷ്യൽ ബിഹേവിയർ, സമൂഹത്തിലെ ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറും അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവിടുത്തെ ഹ്യൂമൻ സൊസൈറ്റിയുടെ നോംസ്, അവരുടെ നോളജ്, ബിലീഫ്സ്, ആറ്റിറ്റ്യൂഡ്സ്, ആ സൊസൈറ്റിയുടെ കലാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അവരുടെ ഹാബിറ്റ്സ്, അതൊക്കെ ഈ സംസ്കാരത്തിൽ ഉൾപ്പെടും. ഓക്കെ, കൾച്ചർ ഈസ് എ കോൺസെപ്റ്റ് ദാറ്റ് എൻകംപസസ് ദി സോഷ്യൽ ബിഹേവിയർ, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് norms found in human societies, as well as knowledge, belief, arts, laws, customs, capabilities, attitudes and habits of the individual in these group. ആ സൊസൈറ്റിയിൽ ഉള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും, കൾച്ചർ ആയിക്കോട്ടെ, ലോ ആയിക്കോട്ടെ, അവരുടെ പെരുമാറ്റം ആയിക്കോട്ടെ, അതൊക്കെ ആ സൊസൈറ്റിയുടെ സംസ്കാരത്തിൽ ഉൾപ്പെടും. ഓക്കെ, നെക്സ്റ്റ് വൺ നോംസ്. നോംസ് എന്ന് പറഞ്ഞാൽ മാനദണ്ഡങ്ങൾ. റെക്കഗ്നൈസ്ഡ് വേ ഓഫ് ബിഹേവിങ് ഇൻ സൊസൈറ്റി ആണ് നോംസ്. അത് ഇമ്പോർട്ടൻ്റ് ഡെഫിനിഷൻ ആണ്. DHICയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ട്രൂ ഓർ ഫോൾസ് ആയിട്ടും വൺ വേർഡ് ഒക്കെ ആയിട്ട് കണ്ടുവരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അത്. റെക്കഗ്നൈസ്ഡ് വേ ഓഫ് ബിഹേവിങ് ഇൻ സൊസൈറ്റി ആണ് എന്ത്? നോംസ്. സോഷ്യൽ നോംസ് ആർ unwritten rules of behavior shared by members of given group or society. സോഷ്യൽ നോംസ് അൺറിട്ടൺ ആണ്, അത് ഷെയർ ചെയ്യും, ഗ്രൂപ്പ് ഓഫ് പീപ്പിള് അതിലത്തെ മെമ്പേഴ്സ് ഷെയർ ചെയ്യും ആ നോംസിന്. ഓക്കെ, നോംസ് റെക്കഗ്നൈസ്ഡ് വേ ഓഫ് ബിഹേവിങ് ഇൻ സൊസൈറ്റി ഈസ് കോൾഡ് നോംസ്. ഓക്കെ, നമ്മളപ്പോ 7 സോഷ്യൽ കൺട്രോൾ, 7 ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ ആണ്. സോഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു സാമൂഹിക നിയന്ത്രണം. ഒരു സൊസൈറ്റിയിൽ ഒരു ഇൻഡിവിജ്വൽ എങ്ങനെ പെരുമാറണം, ആ പെരുമാറ്റം ആ സൊസൈറ്റിക്ക് ഒരു ക്രമം കൊണ്ടുവരും. അതിനെയാണ് നമ്മൾ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഇമ്പോർട്ടൻസ്, സോഷ്യൽ കൺട്രോളിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ സോഷ്യൽ കൺട്രോൾ ഫോംസ് സോഷ്യൽ സോളിഡാരിറ്റി. സൊസൈറ്റിയുടെ ഒരു ഐക്യം നിലനിർത്താനും അതുപോലെ തന്നെ രൂപപ്പെടുത്താനും സോഷ്യൽ കൺട്രോളിന് സാധിക്കും. ഇറ്റ് കൺട്രോൾ ആൻഡ് മിനിമൈസ് ദ ഡീവിയന്റ് എലമെന്റ്, ഇറ്റ് ബ്രിങ്സ് ഓർഡർ ഇൻ ദ ഗ്രൂപ്പ്. സൊസൈറ്റിയിലെ ഡീവിയേഷൻ കാണിക്കുന്ന എലമെന്റ്സിനൊക്കെ ഒപ്പം കൊണ്ടുവന്ന് ആ സൊസൈറ്റിക്ക് ഒരു ക്രമം കൊണ്ടുവരാൻ, ഐക്യം കൊണ്ടുവരാൻ സോഷ്യൽ കൺട്രോളിന് സാധിക്കും. അതാണ് ഫസ്റ്റത്തെ ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ടു അച്ചീവ് സോഷ്യൽ കൺഫോമിറ്റി. കൺഫോമിറ്റി പറഞ്ഞ ഒരു ആക്ട് ഓഫ് മാച്ചിങ് ബിലീഫ്സ്, ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ മാച്ച് ചെയ്യാം. ഓൾ ഗ്രൂപ്പ്സ് എസ്റ്റാബ്ലിഷ്ഡ്
certain standards of behavior. Every member of the society or group is expected to follow it. ഓരോ സൊസൈറ്റിയിലെ ഓരോ ഗ്രൂപ്പിനും അവരുടേതായ സ്റ്റാൻഡേർഡ് ഓഫ് ബിഹേവിയർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സും ആ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ സ്റ്റാൻഡേർഡ് ബിഹേവിയർ ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതാണ് സോഷ്യൽ കൺട്രോളിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ്. സോഷ്യൽ കൺട്രോൾ വഴി സോഷ്യൽ കൺഫോമിറ്റി അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഈസ് ഇറ്റ് കൺട്രോൾ ഇൻഡിവിജ്വൽസ് ബിഹേവിയർ. All the human beings are having different characters. All sorts of behavior of human being are controlled by social norms and regulations. സാമൂഹിക നിയന്ത്രണം ആ സമൂഹത്തിലെ ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ കൺട്രോൾ ചെയ്യാൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഒരു സൊസൈറ്റിയിൽ നമുക്കറിയാം അല്ലെ, ഓരോ ഇൻഡിവിജ്വലിനും വ്യത്യസ്ത തരം സ്വഭാവങ്ങളാണ്. അതൊക്കെ സോർട്ട് ചെയ്ത് കൺട്രോൾ ചെയ്ത് എല്ലാവരെയും ഐക്യത്തോടെ കൊണ്ടുപോകാൻ ഈ സോഷ്യൽ കൺട്രോള് അവരുടെ റൂൾസും റെഗുലേഷൻസും ഒക്കെ യൂസ് ചെയ്ത് ഒരു ക്രമം കൊണ്ടുവരുന്നു. അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ കൺട്രോളില്. സോഷ്യൽ കൺട്രോൾ ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയർ കൺട്രോൾ ചെയ്യുന്നു എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഈസ് ഇറ്റ് മെയിൻറ്റെയിൻസ് സോഷ്യൽ ഓർഗനൈസേഷൻ. ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഓർഗനൈസ്ഡ് ഗ്രൂപ്പാണ് അല്ലെ. അതിനെ ഓർഗനൈസേഷനിൽ എത്തിക്കാൻ സോഷ്യൽ കൺട്രോളിന് വലിയൊരു പങ്കുണ്ട്. ആ സോഷ്യൽ ഓർഗനൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു സോഷ്യൽ കൺട്രോൾ. Okay, in the process of social organization, each member of the society having specific functions. The agencies of control pressurize parts to fulfill their assigned functions. ഒരു സൊസൈറ്റിയിൽ നമ്മൾ പറഞ്ഞു ഓരോ ഇൻഡിവിജ്വലിനും ഓരോ സ്വഭാവങ്ങളാണ് എന്നല്ലേ. അത് ഓർഗനൈസ് ചെയ്ത് എല്ലാം ഒപ്പം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സോഷ്യൽ കൺട്രോള് ഓരോ ഇൻഡിവിജ്വലിനും ഓരോരോ ഫങ്ഷൻ ഉണ്ട്. ഈ സോഷ്യൽ കൺട്രോൾ വഴിയാണ് ആ ഇൻഡിവിജ്വലിന്റെ ഫങ്ഷൻസ് ഫുൾഫിൽ ചെയ്യുന്നത്. ഓക്കെ, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്, പ്രഷറൈസ് ചെയ്ത് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ സൊസൈറ്റി ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ ആവുന്നു. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ സോഷ്യൽ കൺട്രോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് പോയിന്റ് ഈ സോഷ്യൽ കൺട്രോൾ ഹെൽപ്സ് ഇൻ സോഷ്യലൈസേഷൻ. സോഷ്യലൈസേഷൻ നമ്മൾ ഇനി പഠിക്കും, വിശദമായി തന്നെ പഠിക്കും. സോഷ്യലൈസേഷൻ ഒരു വ്യക്തിയുടെ സോഷ്യലൈസേഷന് വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആണ് എന്ത്, സോഷ്യൽ കൺട്രോൾ. ഇൻ സോഷ്യലൈസേഷൻ ആൻ ഇൻഡിവിജ്വൽ ഈസ് എക്സ്പെക്റ്റഡ് ടു ലേൺ ദ ട്രഡീഷൻസ് ആൻഡ് വാല്യൂസ്. സോഷ്യലൈസേഷൻ എന്ന പ്രോസസ്സിലെ സോഷ്യൽ കൺട്രോൾ വഴിയാണ് ആ വ്യക്തി ആ സൊസൈറ്റിയിലെ വാല്യൂസും ബിലീഫ്സും ട്രഡീഷൻസും ഒക്കെ പഠിക്കുന്നത്. ഓക്കെ, importance of social control. Social control forms social solidarity. It helps to achieve social conformity. Social control controls the individual's behavior, and social control maintains social organization. And the last point is social control helps in socialization. Okay, അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നേച്ചർ ഓഫ് സോഷ്യൽ കൺട്രോൾ ആണ്. സോഷ്യൽ കൺട്രോളിന്റെ നേച്ചർ എന്താന്ന് വെച്ചാൽ സോഷ്യൽ കൺട്രോള് യൂണിവേഴ്സൽ ആണ്. അത് ഓരോ വ്യക്തിയിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകമാണ്. അത് സൊസൈറ്റി ആയാലും കമ്മ്യൂണിറ്റി ആയാലും റൂറൽ ആയാലും അർബൻ ആയാലും സോഷ്യൽ കൺട്രോൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഹ്യൂമൻ സൊസൈറ്റിയുടെ അത്ര പഴക്കമുള്ള പണ്ട് മുതലേ നമ്മൾ കാണുന്ന ഒരു സോഷ്യൽ ഒരു പ്രോസസ്സാണ് സോഷ്യൽ കൺട്രോൾ. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ സൊസൈറ്റി ഓർ കമ്മ്യൂണിറ്റി. It is implemented for promoting the welfare of individual or group. സൊസൈറ്റിയിലെ ഇൻഡിവിജ്വലിനായിക്കോട്ടെ ഗ്രൂപ്പിനായിക്കോട്ടെ അവരെ നിയന്ത്രിക്കാനും അവരുടെ വെൽഫെയറിനും നമ്മുടെ സോഷ്യൽ കൺട്രോള് യൂസ് ചെയ്യും. ഓക്കെ, ഇറ്റ് ഈസ് ഓൾ ദാസ് ഹ്യൂമൻ സൊസൈറ്റി. ഇറ്റ് ഈസ് സം കൈൻഡ് ഓഫ് ഇൻഫ്ലുവൻസ്. ഇറ്റ് ഈസ് യൂണിവേഴ്സൽ. ഇതൊക്കെയാണ് സോഷ്യൽ കൺട്രോളിന്റെ നേച്ചർ. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് പറയാം സോഷ്യൽ കൺട്രോള് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഉണ്ട്. സോഷ്യൽ കൺട്രോള് ഫോർമൽ ഉണ്ട്, ഇൻഫോർമൽ ഉണ്ട്. സോഷ്യൽ കൺട്രോള് ഡയറക്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് ഉണ്ട്. ഇതൊക്കെ നേച്ചർ ഓഫ് സോഷ്യൽ കൺട്രോൾ ആണ്. നെക്സ്റ്റ് ടോപ്പിക് ഈ സോഷ്യൽ മൊബിലിറ്റി. മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, മൂവ്മെന്റ് സംബന്ധിച്ച് എന്തോ അവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും.
അപ്പൊ ഈ ഫോട്ടോ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവാം ഒരു അപ്പ് ആൻഡ് ഡൗൺ പ്രോസസ്സ് കാണിക്കണ്ടല്ലേ, ഒരു ലാഡർ കയറി പോകുന്നു, അതൊക്കെ നമുക്ക് ഇതിൽ കാണാം. അപ്പൊ സോഷ്യൽ മൊബിലിറ്റി എന്താന്ന് നോക്കാം. സോഷ്യൽ മൊബിലിറ്റി ഈസ് ആൻ ഇൻഡിവിജ്വൽ ഓർ എ ഗ്രൂപ്പ്സ്. ഇൻഡിവിജ്വലും ആവാം ഗ്രൂപ്പും ആവാം. ഇൻഡിവിജ്വലിന്റെയോ ഗ്രൂപ്പിന്റെയോ എബിലിറ്റി. സോഷ്യൽ മൊബിലിറ്റി ഈസ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്സ് എബിലിറ്റി ടു മൂവ് ഫ്രം വൺ സോഷ്യൽ സ്റ്റാറ്റസ് ടു അനദർ. ഒരു ഇൻഡിവിജ്വലിന്റെ അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ ഇപ്പോഴുള്ള ഒരു സോഷ്യൽ സ്റ്റാറ്റസിൽ നിന്ന് വേറൊരു സോഷ്യൽ സ്റ്റാറ്റസ്, അത് അപ്വേർഡ് ആവാം ഡൗൺവേർഡ് ആവാം, ആ ഒരു മൊബിലിറ്റിനെയാണ് നമ്മൾ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോഷ്യൽ മൊബിലിറ്റി ഈസ് ആൻ ഇൻഡിവിജ്വൽ ഓർ എ ഗ്രൂപ്പ്സ് എബിലിറ്റി ടു മൂവ് ഫ്രം വൺ സോഷ്യൽ സ്റ്റാറ്റസ് ടു അനദർ. സോഷ്യൽ മൊബിലിറ്റി ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഡൈനാമിക് നേച്ചർ ഓഫ് സൊസൈറ്റി. സാമൂഹിക ചലനാത്മകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സ്റ്റേബിൾ അല്ല അല്ലെ, എപ്പോഴും ഒരു ചേഞ്ച് നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഡൈനാമിക് നേച്ചറാണ് സൊസൈറ്റിക്കുള്ളത്. ആ ഡൈനാമിക് നേച്ചറിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രകടമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് സോഷ്യൽ മൊബിലിറ്റി. സോഷ്യൽ മൊബിലിറ്റി ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഡൈനാമിക് നേച്ചർ ഓഫ് സൊസൈറ്റി. ഓക്കെ, in the process of social mobility, individual or group are moving one position to another position or category. In every society, individuals continue to move up and down in the status scale. This social movement is called social mobility. സോഷ്യൽ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ, നമ്മൾ നേരത്തെ സ്ലൈഡിൽ പറഞ്ഞു, ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് മൂവിങ് വൺ പൊസിഷൻ ടു അനദർ പൊസിഷൻ ഓർ കാറ്റഗറി. ഇൻ എവറി സൊസൈറ്റി ഇൻഡിവിജ്വൽ കണ്ടിന്യൂ ടു മൂവ്, ഒന്നെങ്കിൽ അപ്പാവും അല്ലെങ്കിൽ ഡൗൺ ആയിരിക്കും അവരുടെ സ്റ്റാറ്റസ് സ്കെയില്. അവരുടെ ഒരു ഇൻഡിവിജ്വലിന്റെയോ ഗ്രൂപ്പിന്റെയോ സ്റ്റാറ്റസ് സ്കെയിലുള്ള അപ്പ് ആൻഡ് ഡൗൺ, സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ആണ് സോഷ്യൽ മൊബിലിറ്റി. ഓക്കെ, the rate of social mobility is very slow in closed society. It is very fast in open society. ആ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, നമുക്ക് ക്ലോസ്ഡ് സൊസൈറ്റി ഉണ്ട്, ഓപ്പൺ സൊസൈറ്റി ഉണ്ട്. ക്ലോസ്ഡ് സൊസൈറ്റി പറഞ്ഞാൽ നമുക്ക് അറിയാം അല്ലെ, ക്ലോസ്ഡ് ആയിരിക്കും, അവിടെ നമുക്ക് ഒന്നും ചെയ്യാനില്ല, മൊബൈൽ അല്ല, അവിടെ മൂവ്മെന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ സോഷ്യൽ മൊബിലിറ്റിയുടെ റേറ്റ് സ്ലോ ആയിരിക്കും, വെരി സ്ലോ. വേറെ രീതിയിൽ പറഞ്ഞാൽ വെരി സ്ലോ അല്ല, നോ ചാൻസ് ടു മൊബൈൽ നിന്നും പറയാം. ഓക്കെ, ഇനി ഓപ്പൺ സൊസൈറ്റി പറഞ്ഞാൽ അതില് മൂവ്മെന്റിന് ചാൻസ് ഉണ്ട്, അവിടെ സോഷ്യൽ മൊബിലിറ്റിക്ക് വളരെയധികം ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ റേറ്റ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി ഇൻ ഓപ്പൺ സൊസൈറ്റി ഈസ് വെരി ഫാസ്റ്റ്. ഞാൻ ഇതിന്റെ എക്സാമ്പിൾസ് നമുക്ക് വരുന്ന സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം. Social mobility refers to the movement of individuals or group from one social class or social status to another. ഇത് WP സ്കോട്ടിന്റെ ഡെഫിനിഷൻ ആണ്. ഏതെങ്കിലും ഒരു 2-3 ഡെഫിനിഷനെങ്കിലും പഠിച്ചു വെക്കുക, നമുക്ക് 5 മാർക്കിനും എസ്സേക്കൊക്കെ വരുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇൻ ദ കാസ്റ്റ് സിസ്റ്റം സ്റ്റാറ്റസ് ഈസ് അസ്ക്രൈബ്ഡ് ബൈ ബർത്ത്. സോ ദ കാസ്റ്റ് സിസ്റ്റം ഈസ് കൺസിഡേർഡ് ആസ് ക്ലോസ്ഡ് സൊസൈറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ക്ലോസ്ഡ് സൊസൈറ്റി, ഓപ്പൺ സൊസൈറ്റി. അതിന് എക്സാമ്പിൾ, ക്ലോസ്ഡ് സൊസൈറ്റിയുടെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ കാസ്റ്റ് സിസ്റ്റം. മെയിൻലി ഇൻ ഇന്ത്യ, ഒരു റൂറൽ ഏരിയയിൽ മെയിൻ ആയിട്ട് കാസ്റ്റ് സിസ്റ്റം ആണ്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, അങ്ങനെ ഒരു കാസ്റ്റ് സിസ്റ്റം ആണ് മെയിൻ ആയിട്ട് ഇന്ത്യയിലൊക്കെ കണ്ടുവരുന്നത്. അത് നമ്മൾ എങ്ങനെ അക്വയർ ചെയ്യുക, ആ ഒരു സിസ്റ്റത്തേക്ക് നമ്മൾ എങ്ങനെ ചേരുക? ബൈ ബർത്ത്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ ആ കുട്ടി ജനിച്ചാൽ തന്നെ കുട്ടി ഏത് കാസ്റ്റില് ഉൾപ്പെട്ട കുട്ടിയാണെന്ന് നമുക്ക് അറിയാം. അതാണ് അക്വയർഡ് ബൈ ബർത്ത്. അത് നമ്മളിങ്ങനെ വളരും തോറും നമുക്ക് വേറൊരു കാസ്റ്റിക്ക് മാറി പോവാൻ ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, അതുകൊണ്ടാണ് അതിന് ക്ലോസ്ഡ് സൊസൈറ്റി, മൂവ്മെന്റ് കുറവാണ് അല്ലെങ്കിൽ ഇല്ല. അതുകൊണ്ടാണ് അതിനെ ക്ലോസ്ഡ് സൊസൈറ്റി എന്ന് പറയുന്നത്. ക്ലോസ്ഡ് സൊസൈറ്റിയുടെ എക്സാമ്പിൾ ആണ് കാസ്റ്റ് സിസ്റ്റം. There is always scope for the improvement of social status in ക്ലാസ് സിസ്റ്റം. ക്ലാസ് സിസ്റ്റം എന്താ? നമ്മുടെ എക്കണോമിക് ബേസിസ്, ഇൻകത്തിന്റെ, വെൽത്തിന്റെ, പ്രോപ്പർട്ടിയുടെ ബേസിലുള്ള സിസ്റ്റമാണ് ക്ലാസ് സിസ്റ്റം. അതില് മൂവ്മെന്റ് പോസിബിൾ ആണ്. ദാറ്റ് മീൻസ് സോഷ്യൽ മൊബിലിറ്റി ഉണ്ടാവും. There is always scope for improvement.
ക്ലാസ് സിസ്റ്റത്തില് നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് മാറ്റാൻ പറ്റും. നമുക്ക് വെൽത്ത് വരുന്നതിനനുസരിച്ച് നമുക്ക് പാവപ്പെട്ടവരിൽ നിന്ന് പണക്കാരനിലേക്കും വെൽത്ത് ഇല്ലാത്തതിനനുസരിച്ചിട്ട് പണക്കാരനിൽ നിന്ന് പാവപ്പെട്ടവരിലേക്കും പോകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ 3 തരത്തിൽ, മിഡിൽ ക്ലാസ്, ലോ ക്ലാസ്, ഹൈ ക്ലാസ്, അങ്ങനെ 3 തരത്തിൽ നമുക്ക് ആ ക്ലാസ് സിസ്റ്റത്തിനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഈസ് മെയിൻലി ഇൻഡിവിജ്വൽസ് ടാലൻസ് ചലഞ്ചസ് അച്ചീവ്മെന്റ്സ് ആൻഡ് വെൽത്ത് ഡിറ്റർമൈനിങ് ദ സ്റ്റാറ്റസ് ഇൻ ക്ലാസ് സിസ്റ്റം. ക്ലാസ് സിസ്റ്റത്തിൽ എങ്ങനെ സോഷ്യൽ മൊബിലിറ്റി പോസിബിൾ ആവുന്നത്? ആ ഒരു ഇൻഡിവിജ്വലിന്റെ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന്റെ ടാലന്റ് വെച്ചിട്ട്, അല്ലെങ്കിൽ അവര് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് വെച്ചിട്ട്, അല്ലെങ്കിൽ അവര് അച്ചീവ് ചെയ്യുന്ന ഇപ്പോൾ ജോലി ആയിക്കോട്ടെ, ഓക്യുപ്പേഷൻ ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, അതിന്റെ അച്ചീവ്മെന്റ് അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ വെൽത്ത് വെച്ചിട്ട്. അതാണ് സോഷ്യൽ മൊബിലിറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, സോഷ്യൽ മൊബിലിറ്റിയുടെ ഡെഫിനേഷൻ എന്താണ്? സോഷ്യൽ മൊബിലിറ്റി റെഫേഴ്സ് ടു ദ മൂവ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഫ്രം വൺ സോഷ്യൽ ക്ലാസ് ഓർ സോഷ്യൽ സ്റ്റാറ്റസ് ടു അനദർ. ഓക്കെ, നമ്മൾ ഡെഫിനേഷൻ പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി. സോഷ്യൽ മൊബിലിറ്റി, സാമൂഹിക ചലനാത്മകതയുടെ ടൈപ്സ്, ഡിഫറെന്റ് ടൈപ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്വേർഡ് മൊബിലിറ്റി. അപ്വേർഡ് മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ മൂവിങ് ടു ഹയർ സോഷ്യൽ പൊസിഷൻ, മേലേക്ക് പോകുന്നതിനാണ് നമ്മൾ അപ്വേർഡ് മൊബിലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് അല്ലേ? സച്ച് ആസ് കുക്ക് ബിക്കം എ സക്സസ്ഫുൾ ബിസിനസ് എക്സിക്യൂട്ടീവ്. ഒരു കുക്ക്, അയാള് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് എക്സിക്യൂട്ടീവ് ആവുകയാണ്. അത് അയാൾക്ക് ഒരു പ്രൊമോഷൻ കിട്ടുന്ന പോലെയാണ് അല്ലേ? അപ്പോൾ അപ്വേർഡ്, മേലേക്കുള്ള പൊസിഷൻ കയറ്റമാണ് എന്ത്? അപ്വേർഡ് മൊബിലിറ്റി. ഇനി നെക്സ്റ്റ് വൺ ഈസ് ഡൗൺവേർഡ് മൊബിലിറ്റി. ഡൗൺവേർഡ് മൊബിലിറ്റി പറഞ്ഞാൽ ലോവർ, താഴേക്ക് പോവുക. മൂവിങ് ടു ലോവർ സോഷ്യൽ പൊസിഷൻ സച്ച് ആസ് വെൽത്തി എക്സിക്യൂട്ടീവ് ലോസിങ് ദെയർ ഫോർച്യൂൺ ഡ്യൂ ടു ഫ്രോഡ്. അത്രയും ഹൈ പൊസിഷനിൽ നിന്ന ഒരാള് എന്തെങ്കിലും തട്ടിപ്പിൽ പെട്ടോ എങ്ങനെയോ താഴെ പൊസിഷനിൽ എത്തുക, അയാളുടെ പണവും ഒക്കെ പോയി താഴെ തട്ടുള്ള പൊസിഷനിൽ എത്തുന്നതിനാണ് നമ്മൾ സോഷ്യൽ മൊബിലിറ്റിയിൽ ഡൗൺവേർഡ് മൊബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി. ഇൻട്രാ ജനറേഷൻ മൊബിലിറ്റിയുടെ സബ് ടൈപ്പ് ആണ് നമ്മൾ നേരത്തെ പഠിച്ച അപ്വേർഡ് മൊബിലിറ്റിയും ഡൗൺവേർഡ് മൊബിലിറ്റി. അപ്പോൾ ഇൻട്രാ ജനറേഷൻ മൊബിലിറ്റി മീൻസ് ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസിൽ മേലേക്കോ താഴേക്കോ പോകുന്ന മൊബിലിറ്റിനെയാണ് നമ്മൾ ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി. ചേഞ്ചസ് ഇൻ സോഷ്യൽ സ്റ്റാറ്റസ് that occur within an individual's lifetime. For example, through career progression or setback. ഒരു കരിയർ പീരീഡിലെ ഒരു ഇൻഡിവിജ്വലിനെ ഒന്നെങ്കിൽ പ്രോഗ്രസ് ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ അയാൾ ഇടിഞ്ഞ് താഴേക്ക് വരികയായിരിക്കും ഉണ്ടാവുക. അത് രണ്ടും ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റിയിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഇന്റർ ജനറേഷണൽ മൊബിലിറ്റി. ചേഞ്ചസ് ഇൻ സോഷ്യൽ സ്റ്റാറ്റസ് ബിറ്റ്വീൻ എ parent and their child, such as child from a low income family achieving a higher income position than their parents. ഇൻട്രാ ജനറേഷൻ തന്നെ മാറിയിട്ടുള്ള മൊബിലിറ്റിനെയാണ് നമ്മൾ ഇൻട്രാ ജനറേഷൻ എന്ന് പറയുന്നത്, ഇന്റർ ജനറേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് ഒരു അച്ഛൻ ചിലപ്പോൾ ഒരു ഫാർമർ ആയിരിക്കാം, പക്ഷേ ആ അച്ഛന്റെ മകൻ ഒരു ഡോക്ടറായി. അപ്പൊ അവിടെ ജനറേഷൻ തന്നെ മാറിയില്ലേ? അതിനെയാണ് നമ്മൾ ഇന്റർ ജനറേഷൻ മൊബിലിറ്റി എന്ന് പറയുന്നത്. ഒരു ലോ ഇൻകം ഫാമിലിയിൽ നിന്ന് വന്ന ഒരു കുട്ടി അച്ചീവ് ചെയ്യാണ് എന്ത്? ഹയർ ഇൻകം പൊസിഷൻ ദാൻ ദയർ പാരൻസ്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് അച്ഛനും മകനും തമ്മിൽ. അച്ഛൻ ഫാർമറും മകൻ ഡോക്ടറും ആവണം. അപ്പോൾ ആ ഇൻകം പൊസിഷൻ തന്നെ മാറുകയാണ്. അതിനെയാണ് നമ്മൾ ഇന്റർ ജനറേഷൻ മൊബിലിറ്റി. ടൈപ്സ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി ഏതൊക്കെയാണ്? അപ്വേർഡ് മൊബിലിറ്റി, ഡൗൺവേർഡ് മൊബിലിറ്റി, ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി, ഇന്റർ ജനറേഷണൽ മൊബിലിറ്റി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ പറഞ്ഞാൽ സാമൂഹിക വർഗീകരണം. അങ്ങനെ സാമൂഹിക വർഗീകരണം എന്ന് പറഞ്ഞാൽ തട്ടുകളാക്കുക, സൊസൈറ്റീനെ തട്ടുകളാക്കിയിട്ട് അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്തിട്ട് ഉള്ള ഒരു പ്രോസസ്സാണ്. ആ ഒരു പ്രക്രിയക്ക് പറയുന്ന പേരാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. അതിന്റെ ഡെഫിനേഷൻ ആണ് സൊസൈറ്റി ഓൺ ഫുൾഫില്ലിംഗ് ഇറ്റ്സ് നീഡ്സ് ആൻഡ് ടു കണ്ടിന്യൂ ഇറ്റ്സ് എക്സിസ്റ്റൻസ്
divides its function among members, give them authority, power and status, in the result of which a hierarchical or social stratification occurs. സൊസൈറ്റിയിലെ മെമ്പേഴ്സിനെ ഒക്കെ ഓരോ ഫങ്ഷൻസ് കൊടുത്തേക്കാണ്. എന്തിനു വേണ്ടിയിട്ട്? സൊസൈറ്റിയുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യാനും അതുപോലെ തന്നെ സൊസൈറ്റിയുടെ നിലനിൽപ്പ് കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സൊസൈറ്റിയുടെ ഫങ്ഷൻസ് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് അല്ലെ. മെമ്പേഴ്സിന്റെ ഇടയിൽ സൊസൈറ്റിയുടെ ഫങ്ഷൻസ് ഡിവൈഡ് ചെയ്തു. അതുപോലെ തന്നെ പവറും അതോറിറ്റിയും ഒക്കെ ആ മെമ്പേഴ്സിന് കൊടുത്തു. അതിന്റെ പാർശ്വഫലമായിട്ട്, അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് എന്ത് ഹൈറാർക്കി വന്നിരിക്കണം. അല്ലെങ്കിൽ ഹൈറാർക്കി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ മെമ്പേഴ്സിന് ഓരോ ഫങ്ഷൻസും കൊടുക്കാൻ പറ്റിയത്. അതിന്റെ പേരാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. ഓക്കെ, സൊസൈറ്റിയുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എക്സിസ്റ്റൻസ് നിലനിർത്താനും വേണ്ടിയിട്ട് സൊസൈറ്റിയുടെ മെമ്പേഴ്സിന് എന്ത് കൊടുത്തു? അതോറിറ്റിയും പവറും കൊടുത്തു. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒപ്പം കൊടുക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്ട്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഹൈറാർക്കിയൽ ഫോം ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് ദ വേ എ സൊസൈറ്റി ഈസ് ഓർഗനൈസ്ഡ് ഇൻ ടു ലെയേഴ്സ് ഓർ ഹൈറാർക്കീസ്, ഡിവൈഡിങ് പീപ്പിൾ ഇൻ ടു ഗ്രൂപ്പ്സ് based on factors like wealth, income, education, power, race and gender. നമ്മൾ പറഞ്ഞു അല്ലെ, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഒരു കാറ്റഗറൈസേഷൻ ആണ്, അല്ലെങ്കിൽ തട്ടുകളായിട്ടാണ് ഉള്ളത്. അതിന് ലെയേഴ്സിനോ ഹൈറാർക്കീസിനോ എന്ത് വേണം പറയാം. അതില് ആ ലെയർ എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്? ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ ഇൻകം വെച്ചിട്ട്. എങ്ങനെയാണോ അവരുടെ ഇൻകം, എങ്ങനെയാണോ അവരുടെ വെൽത്ത്, എങ്ങനെയാണോ അവരുടെ എഡ്യൂക്കേഷൻ ലെവല്, എങ്ങനെയാണോ അവർക്ക് പവർ ഉണ്ടോ, റേസ് വെച്ചിട്ടും ജെൻഡർ വെച്ചിട്ടുമാണ് ആ സൊസൈറ്റി ആ ഹൈറാർക്കി നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ നിർമ്മിച്ചാലാണ് അവർക്ക് എന്തൊക്കെ പവർ കൊടുക്കണം, എന്തൊക്കെ അതോറിറ്റി കൊടുക്കണം, അവരെന്തൊക്കെ ഫങ്ഷൻ ചെയ്യൂ എന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, these divisions are not random, they are patterned, systemic and involve unequal distribution of advantages and benefits within society. നമ്മൾ പറഞ്ഞു സൊസൈറ്റി അത് ഹൈറാർക്കി ചെയ്തിട്ടുണ്ട് അല്ലെ. അതൊരിക്കലും സൊസൈറ്റി റാൻഡം ആയിട്ട്, എന്നാൽ കുറച്ച് ആൾക്കാര് ഇൻകം ബേസിൽ ഹൈറാർക്കി ആയിക്കോ, കുറച്ച് ആൾക്കാര് പവർ ബേസിലായിക്കോ, അങ്ങനെ റാൻഡം ആയിട്ട് കൊടുത്തതല്ല. അതൊരു പാറ്റേൺഡ് ആണ്, സിസ്റ്റമാറ്റിക് ആണ്. അതുകൊണ്ടാണ് സൊസൈറ്റിക്ക് ഇതിന് കൊണ്ടുള്ള ബെനിഫിറ്റ് കിട്ടുന്നത്. സൊസൈറ്റിയുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സൊസൈറ്റി ഒരിക്കലും റാൻഡം ആയിട്ടല്ല അവരെ സെലക്ട് ചെയ്തത്, സിസ്റ്റമാറ്റിക് ആയിട്ടും പാറ്റേൺഡും ആയിട്ടാണ്. ലാസ്റ്റ് പോയിന്റ്, ദ കോൺസെപ്റ്റ് ഹെൽപ്സ് സോഷ്യോളജിസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഹൗ സൊസൈറ്റീസ് ആർ സ്ട്രക്ചേർഡ് ആൻഡ് ഹൗ സോഷ്യൽ ഇൻഇക്വാലിറ്റീസ് ആർ ക്രിയേറ്റഡ് ആൻഡ് മെയിൻറ്റെയിൻഡ്. ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ വഴി സോഷ്യോളജിസ്റ്റിന് അല്ലെങ്കിൽ റിസർച്ചേഴ്സിന് മനസ്സിലായി എങ്ങനെയാണ് സൊസൈറ്റി സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ ഇൻഇക്വാലിറ്റീസ് എങ്ങനെയാണ് ഫോം ചെയ്തത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തത്, അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നൊക്കെ സോഷ്യോളജിസ്റ്റിന് മനസ്സിലായി. എന്തുവഴി? ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ വഴി. ഓക്കെ, നെക്സ്റ്റ്, സൊസൈറ്റി ഈസ് സ്ട്രാറ്റിഫൈഡ് ഇൻ ടു മെനി ഹൈറാർക്കിയൽ സ്ട്രക്ചർ based on social, political, religious and biological criteria. നമ്മൾ പറഞ്ഞു കുറെ ഹൈറാർക്കീസ് ഉണ്ട്, കുറെ ലെയേഴ്സ് ഉണ്ട്. അതൊക്കെ ബേസ് ചെയ്തിരിക്കുന്നത് സോഷ്യലി, പൊളിറ്റിക്കലിയും റിലീജിയസും ബയോളജിക്കൽ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ആ എല്ലാ ഹൈറാർക്കീസും സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ലീഡ്സ് ടു സോഷ്യൽ ഇൻഇക്വാലിറ്റി. As a result of this, some people are top of the hierarchy and others are at bottom. നമ്മൾ പറഞ്ഞു ഇൻകം വെച്ചിട്ടാണ്, ഇൻകം, എഡ്യൂക്കേഷൻ ലെവല്, പവർ, വെൽത്ത് ഒക്കെ വെച്ചിട്ടാണ് ഈ ഹൈറാർക്കി ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻഇക്വാലിറ്റി ആണ് അല്ലെ. കുറെ പൈസ ഉള്ള ആൾ ഒരു ഗ്രൂപ്പിലും കുറച്ച് പൈസ ഉള്ള ആൾ വേറെ ഗ്രൂപ്പിലും ആകുമ്പോൾ അവിടെ തന്നെ ഒരു ഈക്വാലിറ്റി നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് ആൾക്കാർ മേലെയും കുറച്ച് ആൾക്കാർ താഴെ വന്നിട്ടുള്ള ഒരു ഇൻഇക്വാലിറ്റി കാണാം. അതുകൊണ്ട് ഈ ഇൻഇക്വാലിറ്റി ഒരു കോൺഫ്ലിക്റ്റിൽ ലീഡ് ചെയ്യും. സംടൈം ഇറ്റ് ലീഡ്സ് ഫോർ ഡെവലപ്പിംഗ് ഓഫ് കോൺഫ്ലിക്റ്റ് among the individuals and group. ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ റാൻഡംലി അല്ല നമ്മൾ പറഞ്ഞു,
പക്ഷെ അതൊരു ഇനെക്വാലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അത് കോൺഫ്ലിക്റ്റിലേക്ക് ലീഡ് ചെയ്യും. ഇൻഡിവിജ്വൽസും ഗ്രൂപ്പും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഫോം ചെയ്യും. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ മീൻസ് ദ ഡിവിഷൻ ഓഫ് സൊസൈറ്റി ഇൻടു ഹയർ ആൻഡ് ലോവർ സോഷ്യൽ യൂണിറ്റ്സ്. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഹയർ ഒരു യൂണിറ്റ് ഉണ്ടാവുക ഹയറിലായിരിക്കും, മറ്റേ യൂണിറ്റ് ഉണ്ടാവുക ലോവറിലായിരിക്കും. അത് നമ്മൾ പറഞ്ഞു, അതുകൊണ്ടാണ് ഇൻഇക്വാലിറ്റി ഉണ്ടാവുക. ഓക്കെ, ഇത് ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് ദ വെർട്ടിക്കൽ ഡിവിഷൻ ഓഫ് ദ സൊസൈറ്റി ഇൻടു സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ. ഇതൊക്കെ ഡെഫിനീഷൻസ് ആണ് കേട്ടോ, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ ഡെഫിനീഷൻസ് ആണ്. എല്ലാ പോയിന്റ്സും പഠിച്ചാൽ അത്രയും നല്ലതാണ്. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ 5 മാർക്ക് എസ് ഇതുവരെ ചോദിച്ചത് കണ്ടിട്ടില്ല, പക്ഷേ 5 മാർക്കിനൊക്കെ വന്നാൽ നമുക്ക് ഇതൊക്കെ എഴുതാൻ പറ്റുന്നതാണ്. അപ്പൊ എല്ലാ ഡെഫിനീഷൻസും പഠിക്കാം. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് ദ വെർട്ടിക്കൽ ഡിവിഷൻ. വെർട്ടിക്കലി ഡിവൈഡ് ചെയ്യുമ്പോഴാണ് അല്ലെ ഇൻഫീരിയറും സുപ്പീരിയറും ലോവറും അപ്പറൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ വെർട്ടിക്കൽ ഡിവിഷൻ ആണ്. Human society is stratified based on many categories. They are ranked in many categories based on power, prestige, occupation, wealth, or on the basis of strata. Social stratification involves the ranking of individuals and a group into strata. ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ വെർട്ടിക്കലി ആണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറെ കാറ്റഗറീസ് ഉണ്ട്, അല്ലെങ്കിൽ സ്ട്രാറ്റ ഉണ്ട്. The primary types of social stratification are caste system, class system, estate system and slavery system. ഇതാണ് പ്രൈമറി ടൈപ്സ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. ഏതൊക്കെയാണ്? കാസ്റ്റ് സിസ്റ്റം, ക്ലാസ് സിസ്റ്റം, എസ്റ്റേറ്റ് സിസ്റ്റം ആൻഡ് സ്ലേവറി. ഡിസ്റ്റിംഗ്വിഷ്ഡ് ബൈ ദെയർ വാരിയിങ് ഡിഗ്രി ഓഫ് സോഷ്യൽ മൊബിലിറ്റി. ഈ 4 സിസ്റ്റത്തിന്റെയും സോഷ്യൽ മൊബിലിറ്റി അനുസരിച്ചിട്ട് 4 തരത്തിലുള്ള പ്രൈമറി ടൈപ്സ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആണുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാസ്റ്റ്, ക്ലാസ്, എസ്റ്റേറ്റ് ആൻഡ് സ്ലേവറി. ഓക്കെ, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെ ഒരു പിക്ചറാണ്. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ സ്ട്രക്ചേർഡ് ആണ്, അൺഈക്വൽ ആണ്, പെർസിസ്റ്റൻ്റ് ആണ്. ഈ 3 പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രക്ചേർഡ് ആണ്, അൺഈക്വൽ ആണ്, പെർസിസ്റ്റൻ്റ് ആണ്. Society divided into layers or strata based on income, status, education, occupation and more. It's not about individuals' difference. It's about group level difference that are built into society. ഈ സ്ട്രാറ്റ ആക്കുന്ന വഴി അല്ലെങ്കിൽ ലെയർ ആക്കുന്നതിൽ കുറെ ആൾക്കാർക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഹെൽത്ത് കെയർ ആക്സസ്, എഡ്യൂക്കേഷൻ ഒക്കെ കിട്ടും. പക്ഷെ മറ്റേ തരത്തിലുള്ള ആൾക്കാർക്ക് ഇതൊന്നും കിട്ടില്ല, അവർക്ക് ഇതൊന്നും ആക്സസിബിൾ അല്ല. ഇത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ഒരു വിധത്തിൽ നോക്കിയാൽ, സൊസൈറ്റിയുടെ ഇതിൽ നോക്കിയാൽ സൊസൈറ്റിക്ക് നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ് ആണെങ്കിൽ പോലും ഇത് ഒരു ഇൻഇക്വാലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ അതിനൊരുപാട് ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 2 തരത്തിലാണ്. ഒന്ന് ബയോളജിക്കൽ ഫീച്ചർ വെച്ചിട്ടും പിന്നെ സോഷ്യൽ കൾച്ചറൽ സ്റ്റാറ്റസ് വെച്ചിട്ടും. ബയോളജിക്കലി എങ്ങനെയാന്ന് നോക്കാം. ബയോളജിക്കൽ ഫീച്ചേഴ്സിൽ ഫസ്റ്റ് വരുന്നതാണ് സെക്സ്. നമുക്കറിയാലേ, ഒരു സൊസൈറ്റിയിൽ മെയിലും ഫീമെയിലും ഉണ്ടെങ്കിൽ മെയിലിനായിരിക്കും ഒരു പവർ കൂടുതൽ, മെയിലായിരിക്കും സുപ്പീരിയർ, ഫീമെയിൽ ആയിരിക്കും ഇൻഫീരിയർ. അപ്പൊ തന്നെ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ, ഒരു ഹൈറാർക്കി അവിടെ ഫോം ചെയ്തു അല്ലെ. അതൊന്നാണ് ഫസ്റ്റ് വൺ സെക്സ്. സെക്കൻഡ് വൺ ഏജ്. ഏജ് നോക്കുക വെച്ചെങ്കിൽ ഒരു സൊസൈറ്റിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് പൊസിഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും റെസ്പോൺസിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ നമ്മൾ എന്തിനൊരു അഡ്വൈസ് പോലും നമ്മൾ എടുക്കുന്നത്, ഒരു ഫാമിലിയിൽ തന്നെ ആയിക്കോട്ടെ, നമ്മൾ എടുക്കുന്നത് ഏജ് കൂടുതലുള്ള ആൾക്കാർ, നമ്മളെക്കാട്ടിയും ഏജ് കൂടുതലുള്ള ആൾക്കാരിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഏജ് ഒരു സോഷ്യൽ സർട്ടിഫിക്കേഷനിൽ വന്നത്. ഒരു ഫാമിലി എടുക്കുക വെച്ചെങ്കിൽ അതിൽ കുഞ്ഞു കുട്ടി മുതൽ പ്രായമായവർ വരെ ഉണ്ട്. ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ആ കുഞ്ഞു കുട്ടീനെ നമ്മൾ ആ കുട്ടിക്ക് അത്ര ചിന്തിക്കാനുള്ളതാകാത്ത കാരണം നമ്മളെ കുട്ടീനെ മാറ്റി നിർത്തിയിട്ട് പ്രായം മൂത്ത ആൾക്കാരെ എടുക്കും. അവിടെ തന്നെ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ ഫോം ചെയ്യുകയാണ്. നെക്സ്റ്റ് വൺ റേസ്. ചില കൺട്രീസിൽ അല്ലെങ്കിൽ ചില സ്ഥലത്ത് വൈറ്റ് റേസ്
വൈറ്റ്സും ബ്ലാക്സും ഇല്ലേ, ആ വൈറ്റ്സ് അവരെ തന്നെ സുപ്പീരിയർ ആയിട്ട് കൺസിഡർ ചെയ്യാണ് ബ്ലാക്കിനെ ഒഴിവാക്കിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ബർത്ത്. പീപ്പിൾ ബോൺ ഇൻ ഹൈ ഫാമിലി ഓർ കാസ്റ്റ് കൺസിഡർ ദംസെൽഫ് സുപ്പീരിയർ. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ വലിയ റിച്ച് ഫാമിലിയിൽ ജനിച്ച ആൾക്കാർ അവരെ തന്നെ സുപ്പീരിയർ ആയിട്ട് കാണുകയാണ്, അതുപോലെ പാവപ്പെട്ടവരാണ് ഇൻഫീരിയർ ആയിട്ടും. അപ്പൊ അവിടെ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഫോം ചെയ്തു. നെക്സ്റ്റ് വൺ ഫിസിക്കൽ എബിലിറ്റി. ഫിസിക്കലി മോർ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരെ സുപ്പീരിയർ ആയിട്ട് കാണുകയാണ്. വല്ല ഡിസബിലിറ്റി ഉള്ളവരെ ഇൻഫീരിയർ ആയിട്ടും, നല്ല ഫിസിക്കലി ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ളതിനെ പവർഫുൾ ആയിട്ടും കാണും. അപ്പൊ അവിടെ തന്നെ ഒരു വെർട്ടിക്കൽ ഡിവിഷൻ വഴി അപ്പർ ഗ്രൂപ്പും ഫിസിക്കലി ആക്റ്റീവ് ഗ്രൂപ്പും ഫിസിക്കലി ഇൻആക്റ്റീവ് ഗ്രൂപ്പും ഫോം ചെയ്തു. നെക്സ്റ്റ് വൺ ഇന്റലക്ച്വൽ കപ്പാസിറ്റി. ഇന്റലിജന്റ് പീപ്പിൾ ഹാവ് ബെറ്റർ സ്റ്റാറ്റസ് ഇൻ സൊസൈറ്റി. ഇപ്പോൾ ബുദ്ധിക്ക് വല്ല ഡിഫറെന്റ്ലി ഏബിൾഡ്, അങ്ങനെ പറയാം, ഡിഫറെന്റ്ലി ഏബിൾഡ് കുട്ടികളെ ആൾക്കാരെയൊക്കെ നമ്മൾ ഒന്നും കൂടി പ്രിവിലേജ് കുറച്ചിട്ടാണ് കാണുന്നത് അല്ലെ. അതുപോലെ തന്നെ ഭയങ്കര ഇന്റലിജന്റ്ലി എക്സ്ട്രാ ഓർഡിനറി പീപ്പിൾസിനെ നമ്മൾ ഭയങ്കര സൊസൈറ്റിയിൽ തന്നെ ഹൈ സ്റ്റാറ്റസ് ആണ് കൊടുക്കുന്നത്, ഹൈ പൊസിഷൻ അവർക്ക് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ ബയോളജിക്കൽ ഫീച്ചേഴ്സിൽ 6 തരത്തിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്: സെക്സ്, ഏജ്, റേസ്, ബർത്ത്, ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് ഇന്റലക്ച്വൽ കപ്പാസിറ്റി. നെക്സ്റ്റ് സോഷ്യൽ കൾച്ചറൽ സ്റ്റാറ്റസ്. സോഷ്യോ കൾച്ചറൽ സ്റ്റാറ്റസ് വെച്ചിട്ട് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എങ്ങനെയാ ഡിവൈഡ് ചെയ്തത് നോക്കാം. ഫസ്റ്റ് വൺ പ്രോപ്പർട്ടി. നമുക്കറിയാം സൊസൈറ്റിയിൽ പ്രോപ്പർട്ടി ഉള്ള ആൾക്കാര് ഭയങ്കര പണക്കാരായിരിക്കും, കുറെ ഇപ്പൊ സ്ഥലത്തിനൊക്കെ എന്താ വില, അതിനനുസരിച്ച് പ്രോപ്പർട്ടി ഉള്ള ആൾക്കാര് ഒന്നും കൂടി സുപ്പീരിയർലി അവര് മുന്തി നിൽക്കുന്ന ആൾക്കാരായിരിക്കും. ബിക്കോസ് ഓഫ് പ്രോപ്പർട്ടി ആൻഡ് പൊസഷൻസ് ദർ ഈസ് സുപ്പീരിയറിറ്റി ആൻഡ് ഇൻഫീരിയറിറ്റി ഇൻ സൊസൈറ്റി. പ്രോപ്പർട്ടിയുടെ ബേസിൽ പോലും സൊസൈറ്റിയിൽ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഫോം ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വൺ ഒക്യുപ്പേഷൻ. ഒരു നമ്മുടെ സൊസൈറ്റിയിൽ പൊതുവേ ഉള്ള ഒരു ധാരണ എല്ലാവരുടെയും ഉണ്ടാവും, ഒരു ചില ജോലികള് സോഷ്യലി ഭയങ്കര പ്രിവിലേജ് ഉള്ള പവറുള്ള ജോലികളും, ചില ജോലികള് അത്ര പവർ ഇല്ലാത്ത ജോലികളും, അങ്ങനെ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും കാണുന്നുണ്ട്. സം ഒക്യുപ്പേഷൻസ് ആർ കൺസിഡേർഡ് റെസ്പെക്റ്റബിൾ ഇൻ സൊസൈറ്റി, ഹെൻസ് ഇറ്റ് ഈസ് ബേസിക് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. ജോലിയിൽ പോലും സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് വൺ റിലീജിയൻ. റിലീജിയനിൽ പറയുന്നത് ഇൻ എ റിലീജിയൻ ഓറിയന്റഡ് സൊസൈറ്റീസ് ഓർ കമ്മ്യൂണിറ്റീസ്, religion considered for social stratification. People related to religious offices or authority are considered more reputed and higher in social status. ഒരു സൊസൈറ്റിയിൽ റിലീജിയസ്ലി ആക്റ്റീവായ ആൾക്കാർ റിലീജിയസ് ഓഫീസ് അല്ലെങ്കിൽ റിലീജിയസ് അതോറിറ്റിനൊക്കെ മോർ റെപ്യൂട്ടഡ് ആയിട്ട് കാണും. അവര് ഒന്നുകൂടി സോഷ്യൽ സ്റ്റാറ്റസിൽ ഹയർ പൊസിഷൻ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഹിന്ദുക്കളിലാവുമ്പോൾ നമ്പൂതിരിമാര്, മുസ്ലിംസില് മൊയ്തിയാർ എന്നൊക്കെ പറയില്ല, അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ ഒന്നുകൂടി റെപ്യൂട്ടേഷൻ കൊടുത്ത് കാണൂലേ. അതുകൊണ്ടാണ് റിലീജിയൻ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ ഒരു ഭാഗമായിട്ട് ഉള്ളത്. നെക്സ്റ്റ് വൺ പൊളിറ്റിക്കൽ പവർ. പൊളിറ്റിക്കൽ പവറിൽ നമ്മൾ പറയുന്നത് ഇൻഫ്ലുവൻസ്. പൊളിറ്റിക്കൽ പവർ ഭയങ്കര സൊസൈറ്റിയിൽ നല്ല ഇൻഫ്ലുവൻസ് ഉള്ള ഒരു പ്രോസസ്സാണ്. ഇൻ സൊസൈറ്റി സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് ഫൗണ്ട് ഇൻ സൊസൈറ്റി ഓൺ ദ ബേസിസ് ഓഫ് പൊളിറ്റിക്കൽ പവർ ആൻഡ് അതോറിറ്റി. പൊളിറ്റിക്കൽ പവർ ഉള്ള ആൾക്കാർ സുപ്പീരിയറും പൊളിറ്റിക്കൽ പവർ ഇല്ലാത്ത ആൾക്കാരെ ഇൻഫീരിയർ ആയിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ പൊതുവെ കാണപ്പെടുന്നു. ഓക്കെ, social stratification classified on the basis of biological features and socio-cultural status. In socio-cultural status, it can be divided into property, occupation, religion, and political power. Okay? സോഷ്യൽ ഇത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. ക്ലാസ്, റേസ്, എത്നിസിറ്റി, ജെൻഡർ, റിലീജിയൻ ആൻഡ് സെക്ഷൽ ഓറിയന്റേഷൻ്റെ ഇതിൽ നമ്മൾ സൊസൈറ്റീനെ സ്ട്രാറ്റിഫൈ ചെയ്തിരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ ടൈപ്സ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആണ്. ക്ലോസ്ഡ് സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ട്, ഓപ്പൺ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ ക്ലോസ്ഡ് സിസ്റ്റവും ഓപ്പൺ സിസ്റ്റവും നേരത്തെ പഠിച്ചു, അത് തന്നെ സെയിം. എ ക്ലോസ്ഡ് സ്ട്രാറ്റിഫിക്കേഷൻ സിസ്റ്റം ഈസ് എ സോഷ്യൽ സ്ട്രക്ചർ വേർ എ
Person's social position is determined at birth and remains fixed throughout their life, with little to no opportunity for social mobility. In other words, there is minimal or no chance to move up or down in the social ladder. ക്ലോസ്ഡ് സ്ട്രാറ്റിഫിക്കേഷൻ പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വല് നമ്മൾ കാസ്റ്റ് തന്നെ എടുക്കാൻ വിചാരിക്കുക. ഒരു ഇൻഡിവിജ്വല് ബൈ ബർത്ത് അക്വയർ ചെയ്യുന്ന ഒരു ഒന്നാണ് നമ്മുടെ കാസ്റ്റ്. അതിൽ ആ കുട്ടി ജനിച്ചത് മുതൽ ത്രൂ ഔട്ട് ദയർ ലൈഫിൽ ആ ഇൻഡിവിജ്വലിന് ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല, സോഷ്യൽ മൊബിലിറ്റിയുടെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇൻ അതർ വേർഡ്സ് പറയാച്ചെങ്കിൽ മിനിമലാണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. താഴേക്കോ മേലേക്കോ ആ ഒരു ലാഡറിൽ സോഷ്യൽ മൊബിലിറ്റി പോസിബിൾ അല്ല. ഓക്കെ. Historically, the caste system in India is a prime example of a closed stratification system. Individuals were born into specific caste and social mobility was extremely limited. Mainly in ഇന്ത്യയിലാണ് കാസ്റ്റ് സിസ്റ്റം ക്ലോസ്ഡ് സ്ട്രാറ്റിഫിക്കേഷനിൽ ഉള്ളത്. ഇൻഡിവിജ്വൽസ് ഓരോ സ്പെസിഫിക് കാസ്റ്റിൽ ബോൺ ചെയ്യുന്നവരായിരിക്കില്ല, അവരുടെ സോഷ്യൽ മൊബിലിറ്റി ലിമിറ്റഡ് ആണ്. ഓക്കെ, എക്സ്ട്രീംലി ലിമിറ്റഡ് ആണ്. നെക്സ്റ്റ് വൺ, ഓപ്പൺ സ്ട്രാറ്റിഫിക്കേഷൻ. An open stratification system is a social system that allows for a high degree of social mobility, where individuals can change their social position through achievement, effort and merit rather than by birth. ഓപ്പൺ സ്ട്രാറ്റിഫിക്കേഷൻ നമുക്ക് ക്ലാസ് സിസ്റ്റം വലിയൊരു എക്സാമ്പിൾ ആണ്. ആ ക്ലാസ് സിസ്റ്റത്തിൽ നമ്മുടെ എക്കണോമിക് ബൗണ്ടറീസ് അനുസരിച്ചിട്ട്, നമ്മുടെ ഇൻകം അനുസരിച്ചിട്ട്, എഡ്യൂക്കേഷൻ ലെവൽ അനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ ക്ലാസ് സിസ്റ്റം മൂവ് ചെയ്യാൻ പറ്റും. സോഷ്യൽ മൊബിലിറ്റി അവിടെ പോസിബിൾ ആണ്. ഒരു ഇൻഡിവിജ്വലിനെ ഹൈ ഡിഗ്രി ഓഫ് സോഷ്യൽ മൊബിലിറ്റി അലോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റിഫിക്കേഷൻ ആണ് ഓപ്പൺ സ്ട്രാറ്റിഫിക്കേഷൻ. ഒരു ഇൻഡിവിജ്വലിനെ എങ്ങനെയൊക്കെ ആ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ അച്ചീവ് ചെയ്യുക, അല്ലെങ്കിൽ സോഷ്യൽ പൊസിഷൻ മാറാൻ പറ്റും, ആ ഇൻഡിവിജ്വലിന്റെ അച്ചീവ്മെന്റ് അനുസരിച്ചിട്ട് മാറാൻ പറ്റും. ആ ഇൻഡിവിജ്വലിന്റെ എഫേർട്ട് റാദർ ദാൻ ബർത്ത്, ഒരിക്കലും ബർത്തിലി നമ്മൾ അച്ചീവ് ചെയ്യുന്നതല്ല. ഓക്കെ, നമ്മള് നമ്മുടെ എഫേർട്ട് വെച്ചിട്ട് എടുത്തുകൊണ്ട്, നമ്മുടെ ഇൻകം വെച്ചിട്ട്, നമ്മുടെ എഡ്യൂക്കേഷൻ വെച്ചിട്ട്, നമ്മുടെ ഒക്യുപ്പേഷൻ വെച്ചിട്ട് നമുക്ക് ക്ലാസ് സിസ്റ്റം ചേഞ്ച് ചെയ്യാൻ പറ്റും. സോഷ്യൽ മൊബിലിറ്റി അവിടെ പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഓപ്പൺ സ്ട്രാറ്റിഫിക്കേഷൻ ആണ് അവിടെ നടക്കുന്നത്. മോസ്റ്റ് കോമൺ എക്സാമ്പിൾ ഓഫ് ഓപ്പൺ സിസ്റ്റം ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് എ ക്ലാസ് സിസ്റ്റം characterized by social mobility based on individuals' achievement in areas like wealth, income, education and occupation. Okay, types of social stratification closed ഉണ്ട്, ഓപ്പൺ ഉണ്ട്. ഇനി നമുക്ക് കാസ്റ്റ് സിസ്റ്റം ക്ലാസ് സിസ്റ്റം നമ്മൾ പറഞ്ഞു അല്ലെ, കാസ്റ്റും ക്ലാസും അതിന്റെ ഡിഫറൻസ് നോക്കാം. ഫസ്റ്റ് വൺ, കാസ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ബർത്ത്, ക്ലാസ് ഈസ് ബേസ്ഡ് ഓൺ എഡ്യൂക്കേഷൻ, പ്രോപ്പർട്ടി ആൻഡ് ഒക്യുപ്പേഷൻ. നമ്മൾ റിപ്പീറ്റ് അടിച്ച് പറയാണ്, കാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ബർത്തിൽ അച്ചീവ് ചെയ്യുന്ന ഒന്നാണ്. ക്ലാസ് നമ്മുടെ എഡ്യൂക്കേഷനും ഇൻകവും പ്രോപ്പർട്ടിയും ഒക്യുപ്പേഷനും വെച്ചിട്ടാണ് നമ്മുടെ ക്ലാസ് ഫോം ചെയ്യുന്നത്. സെക്കൻഡ് പോയിന്റ് ഈസ് ഒക്യുപ്പേഷൻ ഈസ് ഡെഫിനിറ്റ്. കാസ്റ്റില് ഇപ്പൊ പണ്ടത്തെ കരുവാന്മാര് അങ്ങനത്തെ ഒക്കെ ഒരു കാസ്റ്റ് ഉണ്ടല്ലോ, ഈ സ്വർണത്തിൽ പണിക്കാര്, ആശാരിമാര്, അതിലൊക്കെ അവരുടെ ഒക്യുപ്പേഷൻ ഡെഫിനിറ്റ് ആണ്. പക്ഷെ ക്ലാസ്സില് ഒരു ഡെഫിനിറ്റ് ആയ ഒക്യുപ്പേഷൻ ഇല്ല. അവരുടെ എഫേർട്ട് അനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ അച്ചീവ്മെന്റ് അനുസരിച്ചിട്ട് അവർക്ക് അവരുടെ ഒക്യുപ്പേഷൻ തീരുമാനിക്കാം. തേർഡ് പോയിന്റ് ഈസ് ഇൻ കാസ്റ്റ് റെഗുലേഷൻസ് ഓൺ ഫുഡ്. നമുക്കറിയാലോ, ഇപ്പൊ ഹിന്ദു കാസ്റ്റിലൊക്കെ ചില ഫുഡ്സ് അവര് കഴിക്കില്ല, അങ്ങനെയൊക്കെ ഉണ്ട്, റെഗുലേഷൻസ് ഉണ്ട്. ഓരോ കാസ്റ്റിനും ഉണ്ട്, ഇപ്പൊ മുസ്ലിംസിനും ഉണ്ട്, ക്രിസ്ത്യൻസിനും ഉണ്ട്, അങ്ങനെ പല പല കാസ്റ്റിനും ചെറിയൊരു റെഗുലേഷൻസ് ഉണ്ട് ഫുഡിന്. പക്ഷെ ക്ലാസ് സിസ്റ്റത്തില് നോ റെസ്ട്രിക്ഷൻസ് ഓൺ ഫുഡാണ്, അവർക്ക് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. ഫോർത്ത് പോയിന്റ്, മെമ്പർഷിപ്പ് ഈസ് ഗ്രാൻഡഡ്. മെമ്പർഷിപ്പ്, ആ ഒരു കാസ്റ്റ് സിസ്റ്റത്തില് മെമ്പർഷിപ്പ് നമ്മൾ ബർത്തിൽ അച്ചീവ് ചെയ്യുന്നതാണ്. ഓക്കെ, അല്ലാണ്ട് നമ്മൾ ജനിച്ചു കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് നേടുന്നതല്ല. ക്ലാസ് സിസ്റ്റത്തില് മെമ്പർഷിപ്പ് അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ ഏൺ ചെയ്യാണ്.
നമ്മുടെ പ്രയത്നം കൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്തെടുക്കുന്നതാണ് ക്ലാസ് സിസ്റ്റത്തിലെ മെമ്പർഷിപ്പ്. നെക്സ്റ്റ് വൺ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് കാസ്റ്റ് സിസ്റ്റം ഈസ് ക്ലോസ്ഡ് വൺ. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. കാസ്റ്റ് സിസ്റ്റം ഈസ് ക്ലോസ്ഡ് വൺ. ക്ലാസ് സിസ്റ്റം ഈസ് ഓപ്പൺഡ് വൺ. ഓക്കെ. സിക്സ്ത് പോയിന്റ് ഈസ് കാസ്റ്റ് ഈസ് എൻഡോഗാമസ്. കാസ്റ്റ് സിസ്റ്റത്തിലെ മാരേജ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതിൽ ഇന്ന കാസ്റ്റിലുള്ള ആൾക്കാർ ഇന്ന കാസ്റ്റിൽ മാരേജ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു ലിമിറ്റേഷൻ നമുക്ക് അവിടെ കാണാം. അതിന് പറയുന്ന വേർഡാണ് എൻഡോഗാമസ്. പക്ഷേ ക്ലാസ് സിസ്റ്റത്തിൽ അങ്ങനെ ഒരു റിസ്ട്രിക്ഷൻ ഇല്ല. ഫ്രീഡം ഇൻ മാരേജ് ആണ്. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്, സെവൻത് പോയിന്റ് ഈസ് കാസ്റ്റ് സിസ്റ്റം ഒന്നും കൂടി സ്റ്റേബിൾ ആണ്. കാരണം ഒരു ബർത്തിൽ നമുക്ക് ഒരു കാസ്റ്റ് അറിഞ്ഞാൽ ആ കുട്ടിയുടെ ജീവിതകാലം മുഴുവനും ആ കുട്ടി ആ ഒരു കാസ്റ്റിൽ തന്നെ ആയിരിക്കും പൊതുവെ. ഓക്കെ. അതുകൊണ്ട് തന്നെ ആ കാസ്റ്റ് സിസ്റ്റം മോർ സ്റ്റേബിൾ ആണ്. പക്ഷേ ക്ലാസ് സിസ്റ്റം അങ്ങനെയല്ല. നമ്മുടെ എൻവയോൺമെന്റ് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ അച്ചീവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ചേഞ്ച് അക്കോർഡിംഗ് ടു സർക്കംസ്റ്റൻസസ്. ലാസ്റ്റ് പോയിന്റ് ഈസ് കാസ്റ്റ് ഈസ് ഡെഫിനിറ്റ് ആൻഡ് ക്ലിയർ സ്ട്രാറ്റിഫിക്കേഷൻ. സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞൂലേ. സ്റ്റേബിൾ ആയത് എന്തുകൊണ്ടാ? അതൊരു ഡിഫൈൻഡ് ഫോമാണ്. അതുപോലെ തന്നെ ക്ലിയർലി സ്ട്രാറ്റിഫൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കാസ്റ്റ് സിസ്റ്റം ഡെഫിനിറ്റ് ആൻഡ് ക്ലിയർ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ക്ലാസ് അങ്ങനെയല്ല. ലോ ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് നോട്ട് സ്ട്രിക്റ്റ്. അതില് കാസ്റ്റ് സിസ്റ്റത്തിൽ ഇങ്ങനെ വേണം, ഒരു ഡെഫിനിറ്റ് ആയിട്ടോ ക്ലിയർ ആയിട്ടോ അങ്ങനെ ഇല്ല. നമ്മുടെ ടാലന്റ് അനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ ചേഞ്ച് ചെയ്യാം. ഓക്കെ. 8 പോയിന്റ് ആണ്, 8 ഡിഫറൻസ് ആണ് നമ്മൾ കാസ്റ്റിന്റെയും ക്ലാസിന്റെയും പഠിച്ചത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യലൈസേഷൻ ആണ്. സോഷ്യലൈസേഷൻ നമ്മൾ സോഷ്യൽ കൺട്രോളിന്റെ ഇമ്പോർട്ടൻസിൽ പറഞ്ഞു അല്ലെ. സോഷ്യലൈസേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് സോഷ്യൽ കൺട്രോൾ. സോഷ്യലൈസേഷൻ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമൂഹ്യവൽക്കരണം. സോഷ്യലൈസേഷൻ ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. ഒരു ബയോളജിക്കൽ ഹ്യൂമൻ ബീയിങ് ആയ ഇൻഡിവിജ്വലിനെ സോഷ്യലൈസേഷൻ പ്രോസസ്സ് വഴിയാണ് ഒരു സോഷ്യൽ അനിമൽ ആക്കുന്നത്. ഒരു സൊസൈറ്റിയിലെ എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വല് സൊസൈറ്റിയുടെ റൂൾസും റെഗുലേഷൻസും സൊസൈറ്റിയിലെ ബിഹേവിയർ ഒക്കെ വെച്ചിട്ട് എങ്ങനെ പെരുമാറണം എന്ന് പഠിക്കുന്ന പ്രോസസ്സാണ് അല്ലെങ്കിൽ ഒരു പ്രക്രിയയാണ് സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരണം. Socialization is the process of learning to become acceptable as a member of society. ബയോളജിക്കൽ ഹ്യൂമൻ ബീയിങ്ങിനെ ആ സൊസൈറ്റിയുടെ മെമ്പറായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ലേണിംഗ് പ്രോസസ്സാണ് എന്ത്? സോഷ്യലൈസേഷൻ. ഇൻ സോഷ്യലൈസേഷൻ പ്രോസസ് ഇൻഡിവിജ്വൽസ് ലേൺ ടു ഫങ്ഷൻ ആസ് എ മെമ്പർ ഓഫ് ദാറ്റ് ഗ്രൂപ്പ്. സോഷ്യലൈസേഷൻ പ്രോസസ്സിലൂടെ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ ഓരോ ഇൻഡിവിജ്വലും ആ ഗ്രൂപ്പിലത്തെ ഫങ്ഷൻസ് എന്താന്ന് പഠിക്കുകയും അതിനനുസരിച്ചിട്ട് ബിഹേവ് ചെയ്യാനും പഠിക്കുന്നു. ഓക്കെ. ഓൾ ഇൻഡിവിജ്വൽസ് ആർ ട്രൈങ് ടു അഡ്ജസ്റ്റ് ദംസെൽസ് ടു ദ എൻവയോൺമെന്റൽ കണ്ടീഷൻ ആൻഡ് സൊസൈറ്റൽ നോംസ്. ദിസ് അഡ്ജസ്റ്റ്മെന്റ് പ്രോസസ് ഈസ് നോൺ ആസ് സോഷ്യലൈസേഷൻ. സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഒരു അഡ്ജസ്റ്റ്മെന്റൽ പ്രോസസ്സാണ്. എല്ലാ ഇൻഡിവിജ്വലും ആ ഒരു നമ്മൾ ജീവിക്കുന്ന ഒരു ഇൻഡിവിജ്വല് നമ്മൾ ജീവിക്കുന്ന ആ സൊസൈറ്റീനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ട്രൈങ് ടു അഡ്ജസ്റ്റ് ടു എൻവയോൺമെന്റൽ കണ്ടീഷൻ ആൻഡ് സൊസൈറ്റൽ നോംസ്. അതുകൊണ്ട് തന്നെ സോഷ്യലൈസേഷൻ എന്താണ്? ഒരു അഡ്ജസ്റ്റ്മെന്റൽ പ്രോസസ്സാണ്. ഓക്കെ. സോഷ്യലൈസേഷൻ ഈസ് എ പ്രോസസ് ഓഫ് മോൾഡിങ് ഹ്യൂമൻ ഇൻഫന്റ് ടു എ മെമ്പർ ഓഫ് സൊസൈറ്റി ടു വിച്ച് he or she belongs. ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് അറിയില്ല എങ്ങനെയാണ് സൊസൈറ്റിയിൽ ജീവിക്കേണ്ടത്, എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നൊന്നും ആ കുട്ടിക്ക് അറിയില്ല. അത് ആ കുട്ടീനെ മോൾഡ് ചെയ്യണം, നല്ലൊരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യണം. ആ കുട്ടിയുടെ കരിയറിൽ സക്സസ് കൈവരിക്കണമെങ്കിൽ നല്ലൊരു സോഷ്യലൈസേഷൻ പ്രോസസ്സിലൂടെ മാത്രമേ അത് സാധിക്കൂ. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ആ കുട്ടി സൊസൈറ്റിയിലെ ബിഹേവ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് സോഷ്യലൈസേഷൻ പ്രോസസ്സ് വഴി സാധിക്കും. ഓക്കെ. നല്ലൊരു ഹ്യൂമൻ ഇൻഫന്റിനെ മോൾഡ് ചെയ്യാൻ
നമുക്ക് സോഷ്യലൈസേഷൻ വഴി. നെക്സ്റ്റ് വൺ, ഇൻ സോഷ്യോളജി, socialization is the lifelong process by which individuals learn the norms, values, behaviors, and social skills needed to function as member of a society. ഞാൻ പറഞ്ഞു സോഷ്യലൈസേഷൻ ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. ജനനം മുതൽ മരണം വരെ നമ്മൾ സോഷ്യലൈസേഷൻ എന്ന പ്രോസസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൊസൈറ്റിയുടെ നോംസ്, വാല്യൂസ്, ബിഹേവിയേഴ്സ്, സോഷ്യൽ സ്കില്ലൊക്കെ നമ്മൾ പഠിക്കും. എന്നിട്ട് നമ്മൾ ആ സൊസൈറ്റിയുടെ മെമ്പർ ആവും. ഓക്കെ, സോഷ്യലൈസേഷൻ ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്. സോഷ്യലൈസേഷൻ ഈസ് എ അഡ്ജസ്റ്റ്മെന്റൽ പ്രോസസ്. നെക്സ്റ്റ് പോയിന്റ് ഈസ് പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ സ്റ്റാർട്ട്സ് ലോങ് ബിഫോർ ദ ബർത്ത്. സോഷ്യലൈസേഷൻ നമ്മൾ ജനിക്കുന്നതിന് മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അങ്ങനെ പറഞ്ഞാൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ കുട്ടിയുടെ അമ്മയുടെയും അച്ഛൻ്റെയും കല്യാണത്തിന് മുന്നേ ആ അച്ഛൻ അല്ലെങ്കിൽ ആ അമ്മ ആ അമ്മേനെ സെലക്ട് ചെയ്യണം. അതാണ് മാരിറ്റൽ സെലക്ഷൻ. ആ അമ്മയും കുട്ടിയും തമ്മിലുള്ള ബന്ധം നമുക്കറിയാലോ, ബർത്ത് വഴിയാണ് ഉണ്ടാവുന്നത്. അപ്പോ കുട്ടി ജനിക്കുന്നതിന് മുന്നേ തന്നെ സോഷ്യലൈസേഷൻ എന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. മാരിറ്റൽ സെലക്ഷൻ, ദ കസ്റ്റംസ് റിലേറ്റഡ് വിത്ത് പ്രഗ്നൻസി ആൻഡ് ബർത്ത്, ഹോൾ സിസ്റ്റം ഓഫ് കൾച്ചറൽ പ്രാക്ടീസസ് സറൗണ്ടിങ് ദ ഫാമിലി. അതുപോലെ തന്നെ ആ ബർത്ത് സമയം, ആ പ്രഗ്നൻസി സമയത്ത് ഇപ്പൊ കുറെ പരിപാടികളൊക്കെ ഉണ്ട് അല്ലെ, വളക്കാപ്പ്, പ്രഗ്നൻസി പൂജ, അങ്ങനെ കുറെ പരിപാടികളുണ്ട്. അതൊക്കെ ഒരു സോഷ്യലൈസേഷൻ പ്രോസസ്സാണ്. ആ സിസ്റ്റത്തിൽ നടക്കുന്ന എല്ലാ കൾച്ചറൽ പ്രാക്ടീസസും, ആ ഫാമിലിയെ സറൗണ്ട് ചെയ്തിരിക്കുന്ന എല്ലാ കൾച്ചറൽ പ്രാക്ടീസസും ഈ സോഷ്യലൈസേഷനുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഡയറക്റ്റ് സോഷ്യലൈസേഷൻ ബർത്തിന് ശേഷം മാത്രമേ നടക്കുള്ളൂ. സോഷ്യലൈസേഷൻ ബർത്തിന് മുന്നേ, ലോങ് ബിഫോർ ബർത്തിന് മുന്നേ സ്റ്റാർട്ട് ആവുമെങ്കിലും ഡയറക്റ്റ് സോഷ്യലൈസേഷൻ ആഫ്റ്റർ ബർത്ത് മാത്രമേ നടക്കുകയുള്ളൂ. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് ഈസ് സോഷ്യലൈസേഷൻ എയിം ടു പ്രൊവൈഡ് സോഷ്യൽ, ഇമോഷണൽ ആൻഡ് കോഗ്നിറ്റീവ് സ്കിൽസ് ടു ഇൻഡിവിജ്വൽ സോ ദാറ്റ് they can function successfully in society. സോഷ്യലൈസേഷൻ ആ ഇൻഡിവിജ്വലിനെ സോഷ്യലിയും ഇമോഷണലിയും അതുപോലെ കോഗ്നിറ്റീവ്, ബുദ്ധിപരമായിട്ടുള്ള സ്കിൽസും കൂടി കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഇൻഡിവിജ്വലിനെ ആ സൊസൈറ്റിയിൽ സക്സസ്ഫുൾ ആവാൻ സാധിക്കുന്നുണ്ട്. ദീസ് സ്കിൽസ് ഡിപ്പെൻഡ് അപ്പോൺ ദ കൾച്ചർ ഓഫ് ദ സൊസൈറ്റി. ഓരോ സൊസൈറ്റിയിലും കൾച്ചറിനനുസരിച്ചിട്ട് ഈ സോഷ്യലൈസേഷൻ പ്രോസസ്സ് വാരി ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഈസ് ദ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ ഡിറ്റർമൈൻസ് ദ ഹ്യൂമൻ ബിഹേവിയർ. ഇറ്റ് മേക്സ് ഇൻഡിവിജ്വൽസ് പേഴ്സണാലിറ്റി. ഹ്യൂമൻ ബിഹേവിയറിനെയും ഇൻഡിവിജ്വലിന്റെ പേഴ്സണാലിറ്റിനെയും സോഷ്യലൈസേഷൻ ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ പ്രൈമറി സോഷ്യലൈസേഷൻ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് ആ കുട്ടിയുടെ ബിഹേവിയർ എങ്ങനെയാണോ, ആ കുട്ടി സക്സസ്ഫുൾ ആവോ, ആ കുട്ടിയുടെ സക്സസ്ഫുള്ളും പേഴ്സണാലിറ്റി എങ്ങനെയാണ് എന്നൊക്കെ തീരുമാനിക്കുന്നത് ആ കുട്ടിയുടെ സോഷ്യലൈസേഷൻ എന്ന പ്രോസസ്സാണ്. ഓക്കെ, all cultural values and beliefs are adopted through the process of socialization. സോഷ്യലൈസേഷൻ വഴി നമ്മൾ പറഞ്ഞു നമ്മുടെ വാല്യൂസും ബിലീഫ്സും ഐഡിയാസും ആറ്റിറ്റ്യൂഡ്സും കൾച്ചേഴ്സും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓവറോൾ സോഷ്യലൈസേഷൻ പ്രോസസ് ഫ്ലാഷസ് ലൈറ്റ് ഓൺ ഹ്യൂമൻ ലൈഫ്. ഒരു കുട്ടിയുടെ ലൈഫ് ലോങ് പ്രോസസ്സായ കാരണം ഒരു കുട്ടിയുടെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ സ്റ്റേജിലും സോഷ്യലൈസേഷൻ എന്ന പ്രോസസ്സ് ഒരു ലൈറ്റാണ്. ആ കുട്ടീനെ നേർവഴി കാണിക്കാനുള്ള ഒരു ലൈറ്റ്, ഒരു പ്രകാശമായിട്ടാണ് സോഷ്യലൈസേഷൻ പ്രോസസ്സ് ഉള്ളത്. ഓക്കെ, ഫ്ലാഷസ് ലൈറ്റ് ഓൺ ഹ്യൂമൻ ലൈഫ്. സോഷ്യലൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ആൻ ഹ്യൂമൻ ബയോളജിക്കൽ ഹ്യൂമൻ ഇൻ ടു സോഷ്യൽ ഹ്യൂമൻ. നെക്സ്റ്റ് വൺ, കീ ആസ്പെക്ട് ഓഫ് സോഷ്യലൈസേഷൻ. സോഷ്യലൈസേഷന്റെ കീ ആസ്പെക്ട്സ് എന്തൊക്കെയാ നോക്കാം. ലേണിംഗ് ആൻഡ് ഇന്റേണലൈസേഷൻ. സോഷ്യലൈസേഷൻ പ്രോസസ്സ് വഴി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യുന്നുണ്ട്. ആ സൊസൈറ്റിയുടെ റൂൾസ്, ഹാബിറ്റ്സ്, വാല്യൂസ്, നമ്മൾ ഏതു ഗ്രൂപ്പിലാണോ ഉള്ളത് ആ ഗ്രൂപ്പിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ലേൺ ചെയ്ത്
അത് നമ്മൾക്ക് ഉൾക്കൊള്ളിക്കുന്നു, ഇന്റേണലൈസ് ചെയ്യുന്നു. അത് സോഷ്യലൈസേഷന്റെ ഒരു വൺ ഓഫ് ദ ആസ്പെക്റ്റ് ആണ്, ലേണിംഗ് ആൻഡ് ഇന്റേണലൈസേഷൻ. നെക്സ്റ്റ് വൺ, ഡെവലപ്പിംഗ് എ സെൻസ് ഓഫ് സെൽഫ്. ത്രൂ സോഷ്യലൈസേഷൻ individuals develop a self-concept and understand their place within social structures. ഒരു സെൻസ് ഓഫ് സെൽഫ് ഡെവലപ്പ് ചെയ്യും. നമ്മൾ ആ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ ആരാണ്, നമ്മുടെ ഫങ്ഷൻ എന്താണ് എന്നൊക്കെ, നമ്മുടെ സ്റ്റാറ്റസ് എന്താണ്, നമ്മുടെ റോൾ എന്താണെന്നൊക്കെ നമുക്ക് സോഷ്യലൈസേഷൻ വഴി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ. ട്രാൻസ്മിറ്റിംഗ് കൾച്ചർ. Socialization is the primary way societies transmit their culture from one generation to the next. സോഷ്യലൈസേഷൻ ആണ് നമ്മുടെ ട്രഡീഷൻസ് പാസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അല്ലെ. ഈ ട്രഡീഷൻസിനെയും കൾച്ചറിനെയും വാല്യൂസിനെയും ഒക്കെ വൺ ജനറേഷൻ നിന്ന് അനദർ ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സോഷ്യലൈസേഷൻ ഒരു പ്രൈമറി വേ ആണ്. നെക്സ്റ്റ് പോയിന്റ് ഈസ് ലൈഫ് ലോങ് പ്രോസസ്. സോഷ്യലൈസേഷൻ ഒരു ലൈഫ് ലോങ് പ്രോസസ് ആണ്. While it's particularly intense in childhood, socialization continues throughout life as individuals encounter new social situations and learn new roles. ജനനം മുതൽ മരണം വരെ. പക്ഷെ സോഷ്യലൈസേഷൻ ഉള്ളത് ആ കുട്ടിയുടെ ചൈൽഡ്ഹുഡിലാണ്. അതുകൊണ്ട് തന്നെ പ്രൈമറി സോഷ്യലൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ, various agency. Socialization is influenced by various agents including family, peers, schools, media and workplaces. സോഷ്യലൈസേഷന് വേരിയസ് ഏജൻസി ഇൻക്ലൂഡഡ് ആണ്, അല്ലെങ്കിൽ ഏജൻസീസ് സോഷ്യലൈസേഷനിൽ ഉണ്ട്. ഏതൊക്കെ ഏജൻസീസ് ആണ്? നമ്മുടെ ഫാമിലിയാണ് പ്രൈമറി സോഷ്യലൈസേഷന്റെ ഏജൻസി. നെക്സ്റ്റ് വൺ, പിയർ ഗ്രൂപ്പ്. നമ്മുടെ ഫ്രണ്ട്സ്, അതുപോലെ സ്കൂള്, മീഡിയ, വർക്ക് പ്ലേസ് ഒക്കെയാണ് വേരിയസ് ഏജൻസ് ഓഫ് സോഷ്യലൈസേഷൻ. നെക്സ്റ്റ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോഷ്യലൈസേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോഷ്യലൈസേഷൻ നമുക്കറിയാം അല്ലെ, നമ്മൾ പറഞ്ഞു ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. ഒരു ബയോളജിക്കൽ ഹ്യൂമനെ സോഷ്യലി ആക്സെപ്റ്റബിൾ മെമ്പർ ആക്കിയിട്ട് മാറ്റുന്ന ഒരു പ്രക്രിയയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രൈമറി സോഷ്യലൈസേഷൻ, ഫസ്റ്റ് വൺ ആണ് പ്രൈമറി സോഷ്യലൈസേഷൻ. ഒക്കേഴ്സ് ഇൻ ചൈൽഡ്ഹുഡ്, ഏർലി ചൈൽഡ്ഹുഡ്, primarily within the family, where children learn basic language, values and social behavior. പ്രൈമറി സോഷ്യലൈസേഷൻ എപ്പോഴാണ് നടക്കുന്നത്? നമ്മുടെ ചൈൽഡ്ഹുഡ് ടൈമിലാണ് അല്ലെ. അവിടെയാണ് ചൈൽഡ്ഹുഡ് എവിടെ ഉണ്ടാവുക? നമ്മുടെ ഫാമിലിയിൽ നിന്നാണ് ഒരു കുട്ടി ബേസിക് ആയിട്ടുള്ള ലാംഗ്വേജ്, ബേസിക് ആയിട്ടുള്ള ആ ഫാമിലിയുടെ വാല്യൂസ്, സോഷ്യൽ ബിഹേവിയേഴ്സ് ഒക്കെ പഠിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ, സെക്കൻഡറി സോഷ്യലൈസേഷൻ. പ്രൈമറി സോഷ്യലൈസേഷൻ കഴിഞ്ഞിട്ട് ആ ഇൻഡിവിജ്വല് സൊസൈറ്റിയിലേക്ക് ഇറങ്ങുകയാണ്. അപ്പൊ അവൻ പഠിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് സെക്കൻഡറി സോഷ്യലൈസേഷനിൽ വരുന്നത്. ടേക്സ് പ്ലേസ് ത്രൂ ഔട്ട് ലൈഫ് ആസ് ഇൻഡിവിജ്വൽ എൻകൗണ്ടർ ന്യൂ സോഷ്യൽ സെറ്റിംഗ്സ് ആൻഡ് ലേൺ ടു അഡാപ്റ്റ് ടു ഡിഫറെന്റ് എൻവയോൺമെന്റ്സ്. പ്രൈമറി സോഷ്യലൈസേഷൻ നമ്മൾ ഫാമിലിയിൽ പറഞ്ഞു അല്ലെ. അത് കഴിഞ്ഞ് ഇൻഡിവിജ്വൽ ഒരു ന്യൂ എൻവയോൺമെന്റിനെ കാണുകയാണ് സൊസൈറ്റിയിൽ. അതിനെയാണ് സെക്കൻഡറി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ. ലേണിംഗ് ആൻഡ് അഡോപ്റ്റിംഗ് ദ ബിഹേവിയർ ആൻഡ് വാല്യൂസ് ഓഫ് ഗ്രൂപ്പ്സ് വൺ ഹോപ്സ് ടു ജോയിൻ ഇൻ ദ ഫ്യൂച്ചർ. നമ്മൾ പ്രൈമറി സോഷ്യലൈസേഷൻ കഴിഞ്ഞ് സെക്കൻഡറി സോഷ്യലൈസേഷനും കഴിഞ്ഞിട്ട് ഫ്യൂച്ചർ റോൾസിൽ, ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പോവുക, കല്യാണം കഴിഞ്ഞ് ഭാര്യ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ ഒരു എൻവയോൺമെന്റ് മാറുകയുണ്ടാല്ലേ. അല്ലെങ്കിൽ കേരളത്തിൽ ജോലി ചെയ്ത ഒരാള് വേറൊരു സ്ഥലത്തിലേക്ക് പോവുകയാണ്. അവിടെ തന്നെ എൻവയോൺമെന്റും കൾച്ചറും എല്ലാം മാറുന്ന കാരണം ഫ്യൂച്ചർ റോൾസിലേക്കുള്ള സോഷ്യലൈസേഷൻ പഠിക്കുക. ആ പ്രോസസ്സിനെയാണ് ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. പുതിയ സോഷ്യലൈസേഷൻ ലേൺ ചെയ്യുക അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യുക ഫോർ ഫ്യൂച്ചർ roles. Okay. Next one, resocialization. A process of learning new norms and values
that differ from one's previous experience. മറ്റ് ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷനിൽ നമ്മൾ പുതിയത് പഠിക്കുകയായിരുന്നു. പക്ഷെ റീസോഷ്യലൈസേഷനിൽ നമ്മൾ പഠിച്ച സോഷ്യലൈസേഷൻ ഓൾറെഡി നമുക്കൊരു സോഷ്യലൈസേഷൻ ഉണ്ട്, അത് ഡിസ്കാർഡ് ചെയ്തിട്ട്, ഓൾഡ് സോഷ്യലൈസേഷനെ ഡിസ്കാർഡ് ചെയ്തിട്ട് പുതിയൊരു നോംസും വാല്യൂസും ഒക്കെ പഠിക്കുക. ദാറ്റ് ഡിഫർ ഫ്രം പ്രീവിയസ് എക്സ്പീരിയൻസ്. ഓക്കെ, 4 ടൈപ്സ് ഓഫ് സോഷ്യലൈസേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പ്രൈമറി സോഷ്യലൈസേഷൻ, സെക്കൻഡറി സോഷ്യലൈസേഷൻ, ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ ആൻഡ് റീസോഷ്യലൈസേഷൻ. ഓക്കെ, ഇനി അടുത്തത് സോഷ്യലൈസേഷന്റെ സോഷ്യൽ ലേണിംഗ് പ്രോസസ്സ് ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇമിറ്റേഷൻ. ഒരു കുട്ടി ചെറുപ്പത്തിലാവുമ്പോൾ തന്നെ കുട്ടി ഇമിറ്റേറ്റ് ചെയ്യൂലേ, പാരൻസിനെ കണ്ടിട്ട് അല്ലെങ്കിൽ ചേട്ടനെയോ ചേച്ചിനെയോ കണ്ടിട്ട് കുട്ടി ഇമിറ്റേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഫസ്റ്റത്തെ ലേണിംഗ് പ്രോസസ്സ്. അതാണ് സോഷ്യലൈസേഷന്റെ ഫസ്റ്റ് ലേണിംഗ് പ്രോസസ്സ്, ഇമിറ്റേഷൻ ആണ്. Child watches others' behavior and tries to do the same. It helps the person to conform the norms and the culture of society. ഒരു കുട്ടി പാരന്റിനെ നോക്കിയിട്ടോ ആ കുട്ടിയുടെ സിബ്ലിങ്സിനെ നോക്കിയിട്ടോ വാച്ച് ചെയ്തിട്ട് അത് ആ ഒരു ബിഹേവിയർ ട്രൈ ചെയ്യാൻ നോക്കുകയാണ്. അപ്പൊ ആ കുട്ടിക്ക് മനസ്സിലായി സൊസൈറ്റിയിൽ ആ ബിഹേവിയർ ആക്സെപ്റ്റബിൾ ആണ് എന്ന് ആ കുട്ടിക്ക് മനസ്സിലായി. അതിനെയാണ് നമ്മൾ ഇമിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് റോൾ ലേണിംഗ്, ദ പ്രോസസ് ഇൻ വിച്ച് പീപ്പിൾ ലേൺ ടു ബിഹേവ് ഇൻ എ പർട്ടിക്കുലർ വേ ആസ് ഡിക്റ്റേറ്റഡ് ബൈ സൊസൈറ്റി. സൊസൈറ്റി പറയുന്നതിനനുസരിച്ചിട്ട് ഓരോ ഇൻഡിവിജ്വലിന്റെയും റോൾ ഉണ്ടാവൂലേ, അതിനനുസരിച്ചിട്ട് പെരുമാറാൻ പഠിക്കുക അല്ലെങ്കിൽ അതിനനുസരിച്ച് പെരുമാറുന്നതിനെയാണ് നമ്മൾ റോൾ ലേണിംഗ് എന്ന് പറയുന്നത്. സൊസൈറ്റിയുടെ വാല്യൂസും ബിലീഫ്സും ആറ്റിറ്റ്യൂഡ്സിനനുസരിച്ചിട്ട് പീപ്പിള് ബിഹേവ് ചെയ്യാൻ പഠിക്കാം. ഓക്കെ, പണിഷ്മെന്റ് ആൻഡ് റിവാർഡ്സ്. Rewards and punishments are external motivation that can change children's behavior. Adults often use rewards and punishment to motivate children to something decided by the adult. സോഷ്യലൈസേഷൻ പ്രോസസ്സിലെ സൊസൈറ്റിക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള വാല്യൂസും ബിലീഫ്സും ഒക്കെ നമ്മൾ പഠിക്കണം. അതിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക്, മെയിൻലി കുട്ടികൾക്കാണ്, പക്ഷെ വലിയ ഇൻഡിവിജ്വൽസിനും ഉണ്ട്. കുട്ടികളുടെ കാര്യം പറയാച്ചെങ്കിൽ അവർക്ക് റിവാർഡ്സും പണിഷ്മെന്റ്സും ഉണ്ട്. ഇപ്പോൾ അച്ഛൻ പറയണ അല്ലെങ്കിൽ അമ്മ പറയുന്ന കാര്യം ആ കുട്ടി ചെയ്താൽ ഈ കുട്ടിക്ക് ഈ മിഠായി വാങ്ങിത്തരാം, അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്താൽ കുട്ടി വേറെ എന്തെങ്കിലും അടിക്കുകയോ അടി കൂടി എന്തെങ്കിലും ഉണ്ടായാൽ ആ കുട്ടിക്ക് പണിഷ്മെന്റ് കൊടുക്കും നമ്മൾ. ഓക്കെ, അതൊക്കെയാണ് പണിഷ്മെന്റ് ആണ് റിവാർഡ്സിൽ വരുന്നത്. ആ റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ് ആ കുട്ടിയുടെ ബിഹേവിയർ തന്നെ ചേഞ്ച് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, എക്സ്റ്റേണൽ മോട്ടിവേഷൻ ആണ് കേട്ടോ. റിവാർഡ്സും പണിഷ്മെന്റും എക്സ്റ്റേണൽ മോട്ടിവേഷൻ ആണ്. നെക്സ്റ്റ് വൺ ഈസ് ഡെവലപ്മെന്റ് ഓഫ് സെൽഫ്. ഡെവലപ്മെന്റ് ഓഫ് സെൽഫിൽ വരുന്നതാണ് നമ്മൾ ആ കുട്ടിക്ക്, ആ ഒരു ചൈൽഡിന് നമ്മൾ ഒരു പേര് കൊടുക്കൂലേ, പേര്. ഇപ്പോൾ അപ്പു അമ്മു അങ്ങനത്തെ പേര് കൊടുക്കുക വെച്ചെങ്കിൽ പേര് കൊടുക്കും, എന്തായാലും കൊടുക്കൂല്ലോ നമ്മൾ. ആ കുട്ടിക്ക് മനസ്സിലാവും ആ കുട്ടി ആരാണ്. ഇപ്പോ അപ്പു എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി തിരിച്ച് റിപ്ലൈ ചെയ്യണല്ലോ, ഞാൻ അപ്പു ആണ് എന്ന് പറഞ്ഞിട്ട് എന്ന് പറയണമെങ്കിൽ ആ കുട്ടിക്ക് ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് ഉണ്ടാവണം. ബൈ ഗിവിങ് എ നെയിം ടു ചൈൽഡ്, he or she develop the sense of who he or she is. Okay, fifth point is cooperation. Cooperation with others is another valuable step in socialization. The individual needs to realize his roles and role of others, how to communicate and give and take with others. സോഷ്യലൈസേഷനിലെ ഒരു ഓർഡർ കൊണ്ടുവരാൻ അല്ലെങ്കിൽ സൊസൈറ്റിയിലെ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഗ്രൂപ്പ് ഓഫ് പീപ്പിളും തമ്മിൽ ഒരു കോപ്പറേഷൻ ഉണ്ടാവുന്നത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ കോപ്പറേഷൻ ഒരു വാല്യുബിൾ സ്റ്റെപ്പാണ്. സോഷ്യലൈസേഷനിലെ വാല്യുബിൾ സ്റ്റെപ്പാണ് എന്ത്, കോപ്പറേഷൻ. എങ്ങനെ ഈ കോപ്പറേഷൻ ഉണ്ടാവുക, ഇൻഡിവിജ്വൽസ് തമ്മിൽ കോപ്പറേഷൻ ഉണ്ടാവണമെങ്കിൽ ആ ഇൻഡിവിജ്വല്
തൻ്റെ റോൾ എന്താണെന്നും അതുപോലെ തന്നെ മറ്റേ ഇൻഡിവിജ്വലിന്റെ തൻ്റെ കൂടെയുള്ള മറ്റേ ഇൻഡിവിജ്വലിന്റെ റോൾ എന്താണെന്നും മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒരു ഗിവ് ആൻഡ് ടേക്ക് തന്നെ അവരുടെ ഇടയിൽ നടന്നാലാണ് കോപ്പറേഷൻ എന്ന പ്രോസസ്സ് അവരുടെ ഇടയിൽ നടക്കുള്ളൂ. കോപ്പറേഷൻ വാല്യുബിൾ സ്റ്റെപ്പാണ് സോഷ്യലൈസേഷനിൽ. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ഓഫ് പീപ്പിള് കോപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോയാലാണ് സോഷ്യലൈസേഷൻ നടക്കുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഈസ് അഡ്ജസ്റ്റ്മെന്റ്. This is one of the more difficult lessons in socialization. Adjustment requires understanding others. നമ്മൾ പറഞ്ഞു സോഷ്യലൈസേഷൻ ഒരു അഡ്ജസ്റ്റ്മെന്റ് പ്രോസസ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ്മെന്റ് ഒരു ഡിഫിക്കൽട്ട് ലേണിംഗ് പ്രോസസ്സാണ്, ഡിഫിക്കൽട്ട് ലെസൺ ആണ് സോഷ്യലൈസേഷനിൽ. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മാത്രം കാര്യം നോക്കിയാൽ പോരാ, നമ്മുടെ ഒപ്പം ഉള്ള ആൾക്കാരുടെയും കൂടിയിട്ട് അവരുടെ ഭാഗത്തുനിന്നും കൂടി നമ്മൾ ചിന്തിക്കണം. അപ്പോഴാണ് നമുക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ വലിയ ആളാണെന്ന് വിചാരിച്ച് നടന്നാൽ അവിടെ ഒരു സോഷ്യലൈസേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് നടക്കില്ല. ഓക്കെ, അപ്പൊ നമ്മൾ 6 സോഷ്യൽ ലേണിംഗ് പ്രോസസ്സാണ് പഠിച്ചത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇമിറ്റേഷൻ, സെക്കൻഡ് വൺ റോൾ ലേണിംഗ്, തേർഡ് വൺ പണിഷ്മെന്റ് ആൻഡ് റിവാർഡ്സ്, ഫോർത്ത് വൺ ഡെവലപ്മെന്റ് ഓഫ് സെൽഫ്, ആൻഡ് ഫിഫ്ത്ത് വൺ കോപ്പറേഷൻ, ആൻഡ് സിക്സ്ത് വൺ അഡ്ജസ്റ്റ്മെന്റ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, സോഷ്യൽ പ്രോസസ് ഓഫ് ലേണിംഗ് സോഷ്യലൈസേഷൻ. ഓക്കെ, നമ്മളിപ്പോൾ സോഷ്യലൈസേഷന്റെ ഡെഫിനേഷൻസ് പഠിച്ചു, അതുപോലെ തന്നെ കീ ആസ്പെക്ട്സ് പഠിച്ചു, ടൈപ്സ് ഓഫ് സോഷ്യലൈസേഷൻ പഠിച്ചു, സോഷ്യൽ ലേണിംഗ് പ്രോസസ്സ് പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്നത് സ്റ്റേജസ് ഓഫ് സോഷ്യലൈസേഷൻ ആണ്. ഞാൻ പറഞ്ഞു പ്രൈമറി സോഷ്യലൈസേഷൻ അല്ലേ, ടൈപ്സ് ഓഫ് സോഷ്യലൈസേഷനിൽ നമ്മൾ പ്രൈമറി സോഷ്യലൈസേഷൻ പഠിച്ചു. മെയിൻലി ചൈൽഡ്ഹുഡിലാണ് പ്രൈമറി സോഷ്യലൈസേഷൻ ഉണ്ടാവുക. പ്രൈമറി സോഷ്യലൈസേഷന്റെ 5 പ്രോസസ്സാണ്. ഏതൊക്കെ? ഫസ്റ്റ് വൺ ഓറൽ സ്റ്റേജ്, സെക്കൻഡ് വൺ ആനൽ സ്റ്റേജ്, തേർഡ് വൺ ഈഡിപ്പൽ സ്റ്റേജ്, ആൻഡ് ഫോർത്ത് വൺ ലാറ്റൻസി സ്റ്റേജ്, ആൻഡ് ഫിഫ്ത്ത് വൺ അഡോളസെന്റ് സ്റ്റേജ്. ഇങ്ങനെ 5 സ്റ്റേജസ് ആണ് സോഷ്യലൈസേഷൻ പ്രോസസ്സിലുള്ളത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ സ്റ്റേജ് അതേ ഓർഡറിൽ പഠിക്കണം. ഓറൽ സ്റ്റേജ്, ആനൽ സ്റ്റേജ്, ഈഡിപ്പൽ സ്റ്റേജ്, ലാറ്റൻസി സ്റ്റേജ് ആൻഡ് അഡോളസെന്റ് സ്റ്റേജ്. ഓക്കെ, ഇനി ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഓറൽ സ്റ്റേജ്. ഓറൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 1 ഇയർ വരെ, ഈ ജനിച്ചത് മുതൽ 1 ഇയർ വരെയുള്ള സ്റ്റേജ് ആണ് ഓറൽ സ്റ്റേജ്. അപ്പൊ നമുക്കറിയാം ഇൻഫന്റിനെയാണ് നമ്മൾ ഓറൽ സ്റ്റേജിലുള്ള ഇൻഡിവിജ്വലായി കണക്കാക്കുന്നത്. ഈ പീരീഡിൽ ആ കുട്ടി ഹെൽപ്ലെസ് ആയിരിക്കും. അതുപോലെ തന്നെ ആ കുട്ടിക്ക് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ആ കുട്ടി ഡിപ്പെൻഡ് ആണ്. മെയിൻലി ആരെന്നായിട്ടാ? അമ്മേനെ ആയിരിക്കും കുട്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഹെൽപ്ലെസ് ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ അതർ ഫോർ സർവൈവൽ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഈസ് ഡ്യൂറിങ് ദിസ് സ്റ്റേജ് ദ ചൈൽഡ് ക്രൈസ് ഫോർ എവറിത്തിങ്. ക്രൈയിങ് ഈസ് ദ ഓൺലി വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഈ ഒരു സ്റ്റേജിൽ കുട്ടി എപ്പോഴും കരച്ചിലായിരിക്കും അല്ലെ, അല്ലാണ്ട് ആ കുട്ടിക്ക് വർത്താനം പറയാനോ ഒന്നും പറ്റില്ല. കുട്ടി മെയിൻലി കരച്ചിലായിരിക്കും. പാല് കിട്ടാൻ വേണ്ടി കരച്ചില്, എന്തെങ്കിലും ഉണ്ടായ അപ്പൊ കരച്ചിലായിരിക്കും. അതുകൊണ്ട് തന്നെ ക്രൈയിങ് ആണ് ഇറ്റ്സ് ദ ഓൺലി വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഓൺലി കൺസേൺഡ് വിത്ത് ഇറ്റ്സ് ഓറൽ നീഡ്സ്. ഓറൽ നീഡ്സിന് മറ്റേ അല്ലെങ്കിൽ വിശപ്പ് മാത്രമാണ് ആ കുട്ടി, ആ സ്റ്റേജിലുള്ള കുട്ടി കൺസേൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ബോധറാവുന്നത് ഓറൽ നീഡ്സിന് വേണ്ടി മാത്രമാണ്. മദർ സ്റ്റാർട്ട് പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ. പ്രൈമറി സോഷ്യലൈസേഷൻ നമ്മൾ പറഞ്ഞു ഫാമിലിയെയാണ് ഉള്ളത്. ഫാമിലിയിലാണ് പ്രൈമറി സോഷ്യലൈസേഷൻ നടക്കുന്നത്. അതിൽ ഓറൽ സ്റ്റേജ് നടക്കുന്നത് മെയിൻലി മദറിന്റെ അണ്ടറിലാണ്. ക്രൈയിങ് ആൻഡ് സ്മൈലിംഗ് ആർ ദ സോഷ്യൽ ബിഹേവിയർ. ആ 1 വയസ്സുള്ള കുട്ടിക്ക് ക്രൈയിങ്ങും സ്മൈലിങ്ങും മാത്രമേ അറിയുള്ളൂ. അതിൽ ക്രൈയിങ് ആണ് ഓൺലി വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചത് ഓറൽ സ്റ്റേജ്. നെക്സ്റ്റ് സ്റ്റേജ് ഇസ് ആനൽ സ്റ്റേജ്. ഒരു 2 to 3 ഇയേഴ്സ് വരെയാണ് ആനൽ സ്റ്റേജ് ഉള്ളത്. ആനൽ സ്റ്റേജ് മീൻസ് ചൈൽഡ് ലേൺസ് ടു റെസ്പോൺസ് ടു സം ഓഫ് ദ ഡിമാൻഡ് ഓഫ് ദ സൊസൈറ്റി.
നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാർ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഡിമാൻഡിനനുസരിച്ചിട്ട് കുട്ടി റെസ്പോൺസ് ചെയ്യാൻ തുടങ്ങുന്നത് ഏത് സ്റ്റേജിലാണ്? ആനൽ സ്റ്റേജിലാണ്. ഡ്യൂറിങ് ദിസ് സ്റ്റേജ് ചൈൽഡ് ഡു സംതിങ് ലൈക്ക് ഇറ്റ് സെൽഫ്. കുട്ടി ഇങ്ങനെ സ്വന്തമായിട്ട് കളിക്കുക, നോക്കിയിരിക്കുക, ചിരിക്കുക, ഓരോരോ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ 2 to 3 ഇയേഴ്സിലെ. ഈ പീരീഡിലാണ് ടോയ്ലറ്റ് ട്രെയിനിങ്. അതുകൊണ്ടാണ് ഇതിലെ ആനൽ സ്റ്റേജ് എന്ന് പേര് വരാൻ കാരണം. ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ ഈ 2 to 3 ഇയേഴ്സ് അല്ലെങ്കിൽ ആനൽ സ്റ്റേജിലാണ് ഉണ്ടാവുക. ലേൺസ് റോങ് ആൻഡ് റൈറ്റ് ആക്ഷൻ ത്രൂ എ സിസ്റ്റം ഓഫ് റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. ഒരു 3 വയസ്സിലെ കുട്ടിക്ക് ഇപ്പൊ ഒരു കുട്ടി ആ കുട്ടിയുടെ സിബ്ലിങ്സിനെ അടിക്കുക അല്ലെങ്കിൽ പിച്ചമാന്തെന്നോട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടീനെ ചീത്ത പറയും. അപ്പൊ കുട്ടിക്ക് മനസ്സിലാവും അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. പറഞ്ഞെങ്കിൽ കുട്ടിക്ക് മനസ്സിലാവും അത് തെറ്റാണ്. അതുപോലെ തന്നെ കുട്ടി ഷെയർ ചെയ്യാൻ പഠിപ്പിക്കുക, കുട്ടീനെ ഷെയർ ചെയ്യാൻ പഠിപ്പിക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തതിന് കുട്ടിക്ക് മനസ്സിലാവും നല്ല കാര്യങ്ങളാണ്. നല്ലതും ചീത്തതും കുട്ടീനെ തെരഞ്ഞെടുക്കാൻ സഹായിക്കുന്ന ഒരു കാലഘട്ടമാണ് 2 to 3 ഇയേഴ്സ് ആനൽ സ്റ്റേജ്. തേർഡ് സ്റ്റേജ് ഈസ് ഈഡിപ്പൽ സ്റ്റേജ്. 3 to 6 ഇയേഴ്സ് ആണ് ഈഡിപ്പൽ സ്റ്റേജ്. ഈഡിപ്പൽ സ്റ്റേജ് ഓർ ഫാലിക് സ്റ്റേജ്. നമ്മൾ ഇതിനെ സ്റ്റേജസ് ഓഫ് സോഷ്യലൈസേഷൻ ആണല്ലേ ഈ 5 സ്റ്റേജ് പറഞ്ഞത്. അതുപോലെ തന്നെ വേറൊരു പേരും കൂടി ഉണ്ട്, ഫ്രൂയിഡ്സ് തിയറി ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ്. എന്താണ് ഫ്രൂയിഡ്സ് തിയറി ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ്? അതിലെ 3ാമത്തെ സ്റ്റേജ് ആണ് ഈഡിപ്പൽ സ്റ്റേജ്. 3 to 6 ഇയേഴ്സിലാണ്. ഈ പീരീഡിലെ ചൈൽഡ് ഡെവലപ്പ് ആൻ അൺകോൺഷ്യസ് സെക്ഷൽ അട്രാക്ഷൻ ടു ദി parent of the opposite sex and feelings of jealousy and rivalry toward the parent of the same sex. ഈ പീരീഡിലാണ് ഒരു ഫാമിലിയില് അച്ഛൻ, അമ്മ, ഒരു 4 വയസ്സുള്ള ബോയും 4 വയസ്സുള്ള ഗേളും ഉണ്ടെങ്കിൽ ആ ബോയ്ക്ക് അമ്മോടായിരിക്കും ഇഷ്ടം, ഓപ്പോസിറ്റ് സെക്സിനോടായിരിക്കും ഒരു ഇഷ്ടം കൂടുതൽ, ഒരു അട്രാക്ഷൻ. പക്ഷേ ആ സെയിം സെക്സ് അച്ഛനോട്, ആ ബോയ് കുട്ടിക്ക് അച്ഛനോട് അത്ര ഇഷ്ടം ഉണ്ടാവില്ല എന്നാണ് ഈ സ്റ്റേജിൽ പറയുന്നത്. നമ്മുടെ അവിടെ അങ്ങനെ പറയണേക്കാം ആൺകുട്ടികൾക്ക് അമ്മയോടാണ് ഇഷ്ടം കൂടുതൽ, അങ്ങനെ ഒരു കൺസേൺ, അങ്ങനെ ഒരു വിചാരിച്ചാൽ മതി. ഈ സ്റ്റേജിന്റെ പേരാണ് ഈഡിപ്പൽ സ്റ്റേജ്. സെയിം സെക്സിനോട് ഒരു ജലസി അല്ലെങ്കിൽ റിവൽറിയും ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു അട്രാക്ഷനും തോന്നുന്ന സ്റ്റേജ് ആണ് ഈഡിപ്പൽ സ്റ്റേജ്. Named after the Greek myth of Oedipus, it's believed to be a crucial phase for the development of gender identity and formation of the superego. ഈ ഒരു ടൈമിലാണ് ആ ചൈൽഡ് അവന്റെ ജെൻഡർ ഐഡന്റിഫൈ ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരു സൂപ്പർ ഈഗോ എന്താണെന്ന് സൈക്കോളജിയിൽ പഠിക്കും. അതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഈഡിപ്പൽ സ്റ്റേജിലാണ്. ഇൻ ദിസ് സ്റ്റേജ് ബോയ് ഡെവലപ്സ് ഈഡിപ്പൽ കോംപ്ലക്സ് ആൻഡ് ഗേൾ ഡെവലപ്പ് ഇലക്ട്ര കോംപ്ലക്സ്. ബോയ്ക്ക് തോന്നുന്നത് ഈഡിപ്പൽ കോംപ്ലക്സും ഗേളിന് തോന്നുന്നത് ഇലക്ട്ര കോംപ്ലക്സും ആണ്. ഇൻ ദിസ് സ്റ്റേജ് ചൈൽഡ് ലേൺസ് ടു ഐഡന്റിഫൈ ഇറ്റ്സെൽഫ് വിത്ത് ദ സോഷ്യൽ റോൾ ascribed to it on the basis of sex. നമ്മൾ പറഞ്ഞു ജെൻഡർ ഐഡന്റിറ്റി ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജ് ആണ്. അതുകൊണ്ട് തന്നെ ആ സൊസൈറ്റിയിൽ ആ കുട്ടിയുടെ റോൾ എന്താണോ ആ കുട്ടിക്ക് മനസ്സിലായി തുടങ്ങുന്ന സ്റ്റേജ് ആണ് ഈഡിപ്പൽ സ്റ്റേജ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജ് ഈസ് ലാറ്റൻസി സ്റ്റേജ്. ഒരു 8 to 10 ഇയേഴ്സ് ആണ് ലാറ്റൻസി സ്റ്റേജ് ഉള്ളത്. ഇതിനെ നമ്മൾ ഗ്യാങ് സ്റ്റേജ് എന്ന് കൂടി വിളിക്കും. അങ്ങനെ പറഞ്ഞപ്പോൾ സ്കൂളിൽ പോയി തുടങ്ങിയിട്ട് ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായി തുടങ്ങുന്ന ഒരു സ്റ്റേജ് ആണ് ലാറ്റൻസി സ്റ്റേജ്. ഗ്രേറ്റർ പാർട്ടിസിപ്പേഷൻ ഇൻ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആൻഡ് ഗ്രൂപ്പ് ലോയാലിറ്റീസ് ആർ കൺസിഡേർഡ് ഇമ്പോർട്ടന്റ് ആൻഡ് റിവോൾവ്ഡ് അഗെയിൻസ്റ്റ് അഡൽട്ട് അതോറിറ്റി ആൻഡ് ഡൊമിനേഷൻ. ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലും അതുപോലെ തന്നെ ഫ്രണ്ട്സിനുമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പാരൻസിന്റെ അതോറിറ്റീനെ എഗെയിൻസ്റ്റും അവരുടെ ഡൊമിനേഷന് പവറിനെതിരെ എഗെയിൻസ്റ്റും ആയിട്ടാണ് ഈ പീരീഡിലെ കുട്ടികൾ. ലേൺസ് ടു ബി ഇൻഡിപെൻഡന്റ് ആൻഡ് ലേൺസ് സോഷ്യൽ നോംസ്. സൊസൈറ്റിയിലെ നോംസും പഠിക്കും. അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ആവാൻ അവർക്ക് ഒരു തോന്നലൊക്കെ ഉണ്ടാവുന്ന സ്റ്റേജ് ആണ് ലാറ്റൻസി സ്റ്റേജ്. കൂടുതലും ഫ്രണ്ട്സിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനൊക്കെ. അതാണ് 4th സ്റ്റേജ്. ലാസ്റ്റ് സ്റ്റേജ് ഈസ് അഡോളസെന്റ് സ്റ്റേജ്.
ഒരു 10 to 90 ഇയേഴ്സ് ആണ് അഡോളസെന്റ് സ്റ്റേജ്. This stage start with the onset of puberty and continue through the teenage. Puberty തൊട്ടിട്ട് ടീനേജ് വരെയുള്ള പീരീഡ് ആണ് അഡോളസെന്റ് സ്റ്റേജ്, 10 to 90 years. Transition from childhood to maturity. During this stage, new patterns of behavior are learned to meet the increased demands of peer group of adult society. ഈ സ്റ്റേജിലാണ് ആ ഇൻഡിവിജ്വല് ന്യൂ പാറ്റേൺ ഓഫ് ബിഹേവിയർ പഠിക്കുന്നതും അതുപോലെ ഫ്രണ്ട്സ് ഒന്നുകൂടി ഫോം ചെയ്ത് ആ കുട്ടി എന്നുള്ളത് ഒരു അഡൾട്ടായി മാറുന്ന സ്റ്റേജാണ്. ഓക്കെ, ട്രൈ ടു ബ്രേക്ക് പാരന്റൽ കൺട്രോൾ. പാരന്റൽ കൺട്രോൾ വിട്ട കുട്ടി ഇൻഡിപെൻഡന്റ് ആവാൻ ശ്രമിക്കുന്നത് ഈ സ്റ്റേജിലാണ്. അഡോളസെന്റ് മേക്ക് ദെയർ ഓൺ ഡിസിഷൻ റിഗാർഡിംഗ് എഡ്യൂക്കേഷൻ, ഒക്യുപ്പേഷൻ ആൻഡ് മാരേജ് എക്സെട്ര. ആ ഇൻഡിവിജ്വലിന്റെ എഡ്യൂക്കേഷനിലായിക്കോട്ടെ, ഒക്യുപ്പേഷനിലായിക്കോട്ടെ, പാർട്ണറെ തീരുമാനിക്കുന്ന മാരേജിലായിക്കോട്ടെ, സ്വന്തം ഡിസിഷന് മുൻതൂക്കം നൽകുന്ന പീരീഡ് ആണ് എന്ത്, അഡോളസെന്റ് സ്റ്റേജ്. ദേ മേ ഗെറ്റ് മോർ റെസ്പോൺസിബിലിറ്റി. ഈ പീരീഡില് ഒരു കുട്ടിയൊന്നല്ല, ഇപ്പൊ വലിയ ആളായി, അവർക്ക് വലുതാവും തോറും നമുക്ക് റെസ്പോൺസിബിലിറ്റി കൂടിക്കൊണ്ടുവരികയാണ്. 10 to 90 ഇയേഴ്സ് ആണ് അഡോളസെന്റ് സ്റ്റേജ്. അപ്പൊ നമ്മൾ 5 സ്റ്റേജ് പഠിച്ചു. ഏതൊക്കെയാണ്? ഓറൽ സ്റ്റേജ്, ആനൽ സ്റ്റേജ്, ഈഡിപ്പൽ സ്റ്റേജ്, ലാറ്റൻസി സ്റ്റേജ് ആൻഡ് അഡോളസെന്റ് സ്റ്റേജ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ ആണ്. സോഷ്യലൈസേഷൻ സ്റ്റാർട്ട് ഫ്രം ബർത്ത് ആൻഡ് കണ്ടിന്യൂ ടിൽ ഡെത്ത്. സോഷ്യലൈസേഷൻ ഏജൻസ് പ്ലേയിങ് എ വൈറ്റൽ റോൾ ഇൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് പേഴ്സണാലിറ്റി. ഒരു പേഴ്സണാലിറ്റി മോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സോഷ്യലൈസേഷൻ വളരെ വലിയൊരു റോള് പ്ലേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2 important സോഴ്സസ് അസോസിയേറ്റഡ് വിത്ത് ചൈൽഡ് സോഷ്യലൈസേഷൻ ആർ. ചൈൽഡ് സോഷ്യലൈസേഷന് വേണ്ടിയിട്ടുള്ള 2 ഇമ്പോർട്ടന്റ് സോഴ്സസ് ഏതൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് വൺ, ദോസ് ഹു ഹാവ് അതോറിറ്റി ഓവർ ദ ചൈൽഡ്. ആ കുട്ടിയുടെ മേലെ അധികാരമുള്ള ആൾക്കാർ. ഓക്കെ, കുട്ടിയുടെ മേലെ അധികാരമുള്ള ആൾക്കാരാണ് ഫസ്റ്റ് വൺ. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പേരൻസ്, ടീച്ചേഴ്സ്, റിലേറ്റീവ്സ് ഒക്കെയാണ് ഫസ്റ്റ് സോഴ്സ് ഓഫ് ചൈൽഡ് സോഷ്യലൈസേഷൻ. സെക്കൻഡ് വൺ ഈസ് ദോസ് ഹു ആർ ഈക്വൽ ഇൻ അതോറിറ്റി. സെയിം അതോറിറ്റിയിലെ ആൾക്കാർ, അങ്ങനെ പറഞ്ഞ ഫ്രണ്ട്സ്, സ്കൂൾ മേറ്റ്സ്, പിയർ ഗ്രൂപ്പ്സ് ഒക്കെയാണ് സെക്കൻഡ് സോഴ്സ്. ഓക്കെ, ഫസ്റ്റ് വൺ, ദോസ് ഹു ഹാവ് അതോറിറ്റി ഓവർ ദ ചൈൽഡ്, എക്സാമ്പിൾ പാരൻസ്, ടീച്ചേഴ്സ്, റിലേറ്റീവ്സ് ഒക്കെ. നെക്സ്റ്റ് വൺ, ദോസ് ഹു ആർ ഈക്വൽ ഇൻ അതോറിറ്റി, സെയിം അതോറിറ്റിയിലുള്ള ആൾക്കാർ, ഫ്രണ്ട്സ് ഒക്കെ. ഓക്കെ, ചീഫ് ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ നമുക്ക് ഫസ്റ്റ് വരുന്നതാണ് ഫാമിലി. ഫാമിലിയിലാണ് പ്രൈമറി സോഷ്യലൈസേഷൻ നടക്കുന്നത് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ചീഫ് ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷനിൽ ഫസ്റ്റ് വരുന്നത് ഫാമിലിയാണ്. Parents and the family members are the first people to socialize the children. ഒരു ചൈൽഡിനെ ഫസ്റ്റ് സോഷ്യലൈസ് ചെയ്യുന്നത് പാരൻസ് ആയിരിക്കും, അല്ലെങ്കിൽ പാരൻസും ഫാമിലി മെമ്പേഴ്സും ആയിരിക്കും. ഓക്കെ, ഓൾ കൾച്ചേഴ്സ്, വാല്യൂസ്, ബിലീഫ്സ് എക്സെട്ര ആർ ലേണിംഗ് ഫ്രം ദി ഫാമിലി. ആ ഒരു കുട്ടി, ഒരു ഇൻഡിവിജ്വല് ആ സൊസൈറ്റിക്ക് വേണ്ട എല്ലാ വാല്യൂസും ബിലീവ്സും ഒക്കെ പഠിക്കുന്നത് എവിടെ നിന്നാണ്? ഫാമിലിയിൽ നിന്നാണ്. ഓക്കെ, എ ഗുഡ് ഫാമിലി ക്യാൻ പ്രൊഡ്യൂസ് എ ഗുഡ് ഇൻഡിവിജ്വൽ. ഒരു നല്ല സോഷ്യലൈസേഷൻ ചെയ്യാൻ സാധിക്കുന്ന ഫാമിലിക്ക്, നല്ല വാല്യൂസും കൾച്ചേഴ്സും ബിലീവ്സും കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്ന ഫാമിലിക്ക് ഒരു നല്ല ഇൻഡിവിജ്വലിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. നല്ല പേഴ്സണാലിറ്റി ഉള്ള ഇൻഡിവിജ്വൽ, കരിയറിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുന്ന ഇൻഡിവിജ്വലിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത് ഒരു ഗുഡ് ഫാമിലിക്കാണ്. ഓക്കെ, ഫാമിലിയാണ് പ്രൈമറി സോഷ്യലൈസേഷൻ നടക്കുന്ന ഏജൻസി. ഫസ്റ്റ് പീപ്പിൾ ടു സോഷ്യലൈസേഷൻ ആരാണ്? പാരൻസ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈ സ്കൂൾ. സ്കൂളാണ് അതർ ചീഫ് ഏജൻസി ഓഫ് സോഷ്യലൈസേഷൻ. In school, along with the curriculum, the children get exposure with other skill also. Curricular and extracurricular activities are there.
Through education, the child imparts knowledge which helps him to mold his ideas and attitudes. നമുക്കറിയാം സ്കൂളിൽ, ഫാമിലി കഴിഞ്ഞാൽ പിന്നെ സ്കൂളാണ് അല്ലേ. സ്കൂളിൽ കരിക്കുലർ ആക്ടിവിറ്റീസിന് പുറമേ ആയിട്ട് അതർ സ്കിൽസും ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കരിക്കുലറും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നമുക്ക് സ്കൂളിൽ അവൈലബിൾ ആണ്. എഡ്യൂക്കേഷൻ നമുക്ക് നോളജ് ഇമ്പാർട്ട് ചെയ്യുന്നത് വഴി നമ്മുടെ ഐഡിയാസും ആറ്റിറ്റ്യൂഡ്സും ഒക്കെ മോൾഡ് ചെയ്യുന്ന, ഒരു കുട്ടിയുടെ ഐഡിയാസും ടാലൻസും ഒക്കെ മോൾഡ് ചെയ്യാൻ ആ സ്കൂളിലെ ടീച്ചേഴ്സ് വളരെയധികം ഒരു വലിയ റോളാണ് വഹിക്കുന്നത് അല്ലേ. ദ സ്കൂൾ അറ്റ്മോസ്ഫിയർ ഹെൽപ്സ് ദം ടു ഡെവലപ്പ് ഗ്രൂപ്പ് ഫീലിംഗ്, ജോയിന്റ് ഫീലിംഗ് ആൻഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. ഒരു വീട്ടിലെ പോലെയല്ല, ഒരു കുട്ടി സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ അവൻ കുറേ പേരെന്നെ കാണുകയാണ്, കുറേ ഫ്രണ്ട്സിന് കിട്ടും, അവന് ആ ഒരു എൻവയോൺമെന്റ് തന്നെ മാറുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഇൻഡിവിജ്വലിനെ ഒരു ഗ്രൂപ്പ് ഫീലിംഗ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ഒരു ജോയിന്റ് ഫീലിംഗ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ഒരു ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ് തന്നെ ആ ഇൻഡിവിജ്വലിനെ സ്കൂൾ എന്ന ഏജൻസി വഴി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ചീഫ് ഏജൻസി ഓഫ് സോഷ്യലൈസേഷനിൽ സ്കൂൾ വളരെയധികം ഒരു റോളാണ് പ്ലേ ചെയ്യുന്നത്. ഓക്കെ, ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷനിൽ പിന്നെ വരുന്ന ഒരു ഏജൻസിയാണ് പിയർ ഗ്രൂപ്പും ഫ്രണ്ട്സും. നമ്മൾ ഫാമിലിയും സ്കൂളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഏജൻസി ഈസ് പിയർ ഗ്രൂപ്പ് ഓർ ഫ്രണ്ട്സ്. Playmates and friendship circle are some of the important agencies of socialization. ഫാമിലിയും സ്കൂളും മാത്രമല്ല, നമ്മുടെ ഫ്രണ്ട് സർക്കിളും സോഷ്യലൈസേഷന് വലിയൊരു റോള് വഹിക്കുന്നുണ്ട്. ചൈൽഡ് ലേൺസ് കൾച്ചറൽ ആസ്പെക്ട് ആൻഡ് ബിഹേവിയർ പാറ്റേൺ ഫ്രം ഹിസ് ഫ്രണ്ട്സ്. ഒരു കുട്ടി പാരൻസിന് മാത്രമല്ല, പാരൻസിനും ടീച്ചേഴ്സിനും മാത്രമല്ല, അവൻ്റെ ഒപ്പം സെയിം അതോറിറ്റി ഉള്ള, നമ്മൾ നേരത്തെ പറഞ്ഞു 2 ഇമ്പോർട്ടൻറ്റ് സോഴ്സിലെ സെയിം അതോറിറ്റി ഉള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ നിന്നും ആ ചൈൽഡ് സൊസൈറ്റിക്ക് ആവശ്യമായ കൾച്ചറൽ ആസ്പെക്ട്സും ബിഹേവിയർ പാറ്റേണും ലേൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫ്രം ദ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ദ ചൈൽഡ് അക്വയേഴ്സ് കോർപ്പറേഷൻ സ്പിരിറ്റ് ആൻഡ് ഇൻഫോർമൽ ആസ്പെക്ട്സ് ഓഫ് കൾച്ചർ ലൈക്ക് ഫാഷൻ, വേർഡ്സ്, മോഡ്സ് ഓഫ് ഗ്രാറ്റിഫിക്കേഷൻ ആൻഡ് ഫോർബിഡൻ നോളജ്. ആ ചൈൽഡ് ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ നിന്ന്, ഗാങ്ങിൽ നിന്ന് ആ കുട്ടിക്ക് ഒരു കോപ്പറേഷൻ സ്പിരിറ്റ് വരികയാണ്. ഫ്രണ്ട്സ് സ്പിരിറ്റ്, കോപ്പറേഷൻ സ്പിരിറ്റ്, അതുപോലെ ഒരു ലൈക്സും ഡിസ്ലൈക്സും ഒക്കെ വരുന്നത് ഈ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ നിന്നാണ്. അത് സോഷ്യലൈസേഷന് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഏജൻസി ഈസ് റിലീജിയൻ. റിലീജിയൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ സൊസൈറ്റി. സൊസൈറ്റിയില് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് റിലീജിയൻ. റിലീജിയൻ പ്രൊമോട്ട്സ് ബോണ്ട് ഓഫ് യൂണിറ്റി ആൻഡ് മോൾഡ്സ് അവർ ബിലീഫ്സ് ആൻഡ് ബേസ് ഓഫ് ലൈഫ്. റിലീജിയൻ സൊസൈറ്റിയിലെ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഇടയിൽ ഒരു ബോണ്ട് അല്ലെങ്കിൽ ഒരു യൂണിറ്റി ബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ മോൾഡ് ചെയ്യാൻ റിലീജിയൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് കൺട്രോൾസ് ദ ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ഡിറ്റർമൈൻസ് അവർ കോഴ്സ് ഓഫ് ലൈഫ്. റിലീജിയൻ നമ്മുടെ ബിഹേവിയർ കൺട്രോൾ ചെയ്യാനും നമ്മുടെ ലൈഫിനെ മുന്നോട്ട് നയിക്കാനും റിലീജിയന് വളരെയധികം ഒരു പങ്ക് ഉണ്ട്. ബേസ്ഡ് ഓൺ ദ പാരൻസ് ബിലീഫ് ആൻഡ് പ്രാക്ടീസ്, ദ ചൈൽഡ് ഓൾസോ ഡെവലപ്പ് ദ ട്രസ്റ്റ് ഓൺ റിലീജിയസ് ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസിങ് ദി റിലീജിയസ് റിച്വൽസ്. നമ്മൾ നമ്മുടെ പാരൻസിനെ കണ്ടിട്ടാണല്ലോ പല കൾച്ചറും ബിലീഫ്സും ഒക്കെ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബേസ്ഡ് ഓൺ പാരൻസ് ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ്, ആ ചൈൽഡ് ഓൾസോ ഡെവലപ്പ് ദ ട്രസ്റ്റ് ഓൺ റിലീജിയസ് ബിലീഫ്സ്. നമ്മുടെ പാരൻസ് എങ്ങനെയാണോ റിലീജിയസ് റിച്വൽസ് ഫോളോ ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മൾ അതിൽ വിശ്വസിക്കാനും അത് പിന്നെ നമ്മളും പ്രാക്ടീസ് ചെയ്യാനും വളരെയധികം റിലീജിയൻ ഇമ്പോർട്ടൻ്റ് ആണ്. ആ റിലീജിയൻ വഴിയാണ് നമ്മൾ സോഷ്യലൈസേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ റിലീജിയൻ ഒരു ചീഫ് ഏജൻസി ഓഫ് സോഷ്യലൈസേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, സ്റ്റേറ്റ്. എ സ്റ്റേറ്റ് ഓർ നേഷൻ ഈസ് എ ഒതോറിറ്റേറിയൻ ഏജൻസി ഓവർ ഇറ്റ് സിറ്റീസൺ. ഒരു
എ സ്റ്റേറ്റ് മേക്സ് ലോ ഫോർ ദ പീപ്പിൾ. സ്റ്റേറ്റിന് ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് ആ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ലോ മേക്ക് ചെയ്യുകയും ആ ലോ അവർ വയലേറ്റ് ചെയ്യാച്ചെങ്കിൽ അതിന് പണിഷ്മെന്റ് കൊടുക്കുകയും ഈ സ്റ്റേറ്റ് ചെയ്യുന്നു. All are expected to follow the rules and regulation of the state. Violation of the laws are punishable. ചീഫ് ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫാമിലി, സ്കൂൾ, റിലീജിയൻ, പിയർ ഗ്രൂപ്പ്സ് ആൻഡ് ഫ്രണ്ട്സ് ആൻഡ് സ്റ്റേറ്റ്. ഇതൊക്കെയാണ് ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ. സോഷ്യലൈസേഷൻ കഴിഞ്ഞ നെക്സ്റ്റ് ടോപ്പിക് ഈസ് സോഷ്യൽ സെക്യൂരിറ്റി, സാമൂഹ്യ സുരക്ഷ. സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഡെഫിനീഷൻ ILO കൊടുത്തിട്ടുണ്ട്. ILO മീൻസ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഡെഫിനീഷനാണ്. സോഷ്യൽ സെക്യൂരിറ്റി ഇസ് ദ പ്രൊട്ടക്ഷൻ that a society provided to individuals and household to ensure access to health care and to generate income security, particularly in case of maternity or loss of breadwinner. സോഷ്യൽ സെക്യൂരിറ്റിയുടെ ILO നിർവചിച്ചിരിക്കുന്ന ഡെഫിനേഷൻ ആണ് ഇത്. സൊസൈറ്റി ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ അല്ലെങ്കിൽ സൊസൈറ്റി അവിടെ താമസിക്കുന്ന ഇൻഡിവിജ്വൽസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെക്യൂരിറ്റിയാണ് സോഷ്യൽ സെക്യൂരിറ്റി. വാർദ്ധക്യം ആയിക്കോട്ടെ, അതുപോലെ തൊഴിലില്ലായ്മ ആയിക്കോട്ടെ, രോഗാവസ്ഥ ആയിക്കോട്ടെ, അതുപോലെ തന്നെ മെറ്റേണിറ്റി ആ പീരീഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ ബ്രെഡ് വിന്നർ നഷ്ടപ്പെട്ട ആ ഒരു സമയം ആയിക്കോട്ടെ, എന്നിവ മൂലം ആ ഒരു കുടുംബത്തിന്റെ സുരക്ഷ നഷ്ടപ്പെടുകയാണ് അല്ലെ. അതുകൊണ്ട് സൊസൈറ്റി ആ കുടുംബത്തിന് അല്ലെങ്കിൽ ആ സമൂഹത്തിന് ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിനും അതുപോലെ തന്നെ ആ കുടുംബത്തിന്റെ ഇൻകം ജനറേഷന് വേണ്ടിയിട്ടും നമ്മുടെ സൊസൈറ്റി നൽകുന്ന സംരക്ഷണമാണ് എന്ത്? സാമൂഹിക സുരക്ഷ അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി. ഓക്കെ, സോഷ്യൽ സെക്യൂരിറ്റി ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഫ്രം ഓൾ ഡേഞ്ചേഴ്സ് ആൻഡ് അൺസർട്ടനിറ്റി ഫ്രം ബർത്ത് ടു ഡെത്ത്. സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഡെഫിനേഷൻ പഠിച്ചു വെക്കുക. 2 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഡെഫിനേഷൻ എന്തായാലും പഠിച്ചു വെക്കുക. ഫോംസ് ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി. 2 തരത്തിലാണ് നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റി ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് സോഷ്യൽ അസിസ്റ്റൻസ്. സോഷ്യൽ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും അങ്ങോട്ട് കൊടുക്കാണ്ട് തന്നെ നമ്മുടെ സൊസൈറ്റി നമ്മളെ എല്ലാ അവസ്ഥയിലും അസിസ്റ്റ് ചെയ്യാം. അണ്ടർ ദിസ് ബെനിഫിഷ്യറി നോട്ട് ഗിവ് എനി ഷെയർ. ഇതില് സോഷ്യൽ അസിസ്റ്റൻസില് ബെനിഫിഷ്യറി ആയ നമ്മൾ ഒന്നും അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. The burden of assistance falls on government or organization. ആ നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എല്ലാം നമുക്ക് ഇങ്ങോട്ട് തരും. എക്സാമ്പിൾ ആണ് നമ്മുടെ പെൻഷനൊക്കെ സോഷ്യൽ അസിസ്റ്റൻസ് ആണ്. നമ്മളൊന്നും നമ്മുടെ ഷെയർ ഒന്നും അങ്ങോട്ട് കൊടുക്കണില്ല, ഗവൺമെന്റ് അത് നമുക്ക് ഇങ്ങോട്ട് തരികയാണ്. അതാണ് സോഷ്യൽ അസിസ്റ്റൻസ്. നെക്സ്റ്റ് വൺ ഈസ് സോഷ്യൽ ഇൻഷുറൻസ്. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഡെഫിനിഷൻ പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ ഫോംസ് ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി ആണ് പറയുന്നത്. സോഷ്യൽ സെക്യൂരിറ്റി 2 തരത്തിലുള്ളത്. ഒന്ന് സോഷ്യൽ അസിസ്റ്റൻസും ഒന്ന് സോഷ്യൽ ഇൻഷുറൻസും. സോഷ്യൽ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ബെനിഫിഷ്യറി ഒന്നും അങ്ങോട്ട് കൊടുക്കേണ്ടതില്ല. നമ്മൾ ബെനിഫിഷ്യറി ഒന്നും ആ ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഗവൺമെന്റിനോ അങ്ങോട്ട് പേ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് എക്സാമ്പിൾ ആണ് പെൻഷനൊക്കെ. നെക്സ്റ്റ് വൺ സോഷ്യൽ ഇൻഷുറൻസ് ആണ്. സോഷ്യൽ ഇൻഷുറൻസിലെ ബെനിഫിഷ്യറി ഒരു ഷെയർ ഒരു ഇന്റർവെൽ പീരീഡില് അങ്ങോട്ട് പേ ചെയ്യണം, ഒരു ഓർഗനൈസേഷനിൽ പേ ചെയ്യണം. ഓക്കെ, സോഷ്യൽ അസിസ്റ്റൻസ് അണ്ടർ ദിസ് ബെനിഫിഷ്യറി നീഡ് നോട്ട് ഗീവ് എനി ഷെയർ. ദ ബർഡൻ ഓഫ് അസിസ്റ്റൻസ് ഫോൾസ് ഓൺ ഗവൺമെന്റ് ഓർ ഓർഗനൈസേഷൻ. എക്സാമ്പിൾ പെൻഷൻ. നെക്സ്റ്റ് വൺ ഈസ് സോഷ്യൽ ഇൻഷുറൻസ്. അണ്ടർ ദിസ് beneficiary have to pay a share from time to time. സോഷ്യൽ ഇൻഷുറൻസിന്റെ എക്സാമ്പിൾ ആണ് LIC, അതുപോലെ മെഡിസെപ്പ്, ESI. ഇതൊക്കെ നമ്മൾ ഒരു പോർഷൻ നമ്മൾ അങ്ങോട്ട് പേ ചെയ്യണം. ഓക്കെ, ഇനി കുറച്ച് ആക്ട് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതല്ല.
The Employees Compensation Act 1923. The Employees Compensation Act, ഇതിന്റെ ഇയേഴ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ അത് പഠിച്ചു വെക്കുക. The Employees Compensation Act 1923 ആണ്. Employees State Insurance Act ESI, അതാണ് ESI 1948 ആണ്. Employees Provident Fund and Miscellaneous Provision Act 1952. Employees Provident Fund and Miscellaneous Provision Act 1952. Employees Pension Scheme EPS 1995. MEDISEP, Medical Insurance Scheme for State Employees and Pensioners. MEDISEP 1st July 2022 MEDISEP കൊടുക്കാൻ തുടങ്ങിയത്. മെഡിക്കൽ ഇൻഷുറൻസ് സ്കീം ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്. ഇതിലെ എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്റ്റും ESIയും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ ഇതിലെ എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് ആൻഡ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് ആണ് ഇമ്പോർട്ടൻ്റ്. അതിന്റെ വർഷം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ സോഷ്യൽ കൺട്രോളിന്റെ ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്തൊക്കെയാണെന്നും അതുപോലെ സോഷ്യൽ മൊബിലിറ്റിയുടെ ഡെഫിനേഷനും ടൈപ്സും അതുപോലെ തന്നെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സോഷ്യലൈസേഷൻ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു. സോഷ്യലൈസേഷന്റെ ഡെഫിനേഷൻ, സ്റ്റേജസ്, കീ ആസ്പെക്ട്സ്, ഏജൻസീസ് ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ ഫോം ഓഫ് ഫോർമൽ സോഷ്യൽ കൺട്രോൾ? ഓപ്ഷൻ എ ഫോക്ക് പേ, ഓപ്ഷൻ ബി ലോ, ഓപ്ഷൻ സി കസ്റ്റംസ്, ഓപ്ഷൻ ഡി മോഴ്സ്. ഓപ്ഷൻ ബി ലോ ആണ് ആൻസർ. ബാക്കിയൊക്കെ ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ ആണ്. Second question is, the process in which biological human being is converted into social human being is called? Option A social control, option B social process, option C socialization, and option D social security. Option C socialization ആണ് answer. And question number 3, unit of study of sociology. Option A individual, option B group, option C interpersonal relationship, and option D none of the above. Unit of study of sociology is option B group. Option B ആണ് answer. And question number 4, important feature of urban society. Option A town, option B agriculture, option C joint family, and option D none of the above. Important feature of urban society is town. ബാക്കിയൊക്കെ ഓപ്ഷൻ ബിയും സിയും റൂറൽ സൊസൈറ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ആണ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 5, ഡാഷ് ഈസ് എ പോപ്പുലേഷൻ മെയ്ഡ് അപ്പ് ഓഫ് സെവറൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവിംഗ് ഇൻ എ സർട്ടൈൻ ഏരിയ. ഓപ്ഷൻ എ സൊസൈറ്റി, ഓപ്ഷൻ ബി കമ്മ്യൂണിറ്റി, ഓപ്ഷൻ സി ഗ്രൂപ്പ്, ആൻഡ് ഓപ്ഷൻ ഡി ഫാമിലി. സർട്ടൈൻ ഏരിയ എന്നവിടെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി കമ്മ്യൂണിറ്റി ആണ് ആൻസർ. ഓക്കെ. Question number 6, which of the following is the formal means of social control? Option A court, option B moors, option C customs, and option D folk pay. Option A court ആണ് ഇതിന്റെ ആൻസർ. ഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ കോർട്ട് ആണ്, ബാക്കിയൊക്കെ ഇൻഫോർമൽ ആണ്. 7th question is, second stage of socialization. Option A adolescent, option B oral, option C anal, and option D Oedipal. Stages of socialization ഏതൊക്കെയാണ്? ഓറൽ, ആനൽ, ഈഡിപ്പൽ, ലാറ്റൻസി ആൻഡ് അഡോളസെന്റ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് ഏതാണ്? ആനൽ. ഓപ്ഷൻ സി ആണ് ആൻസർ. 8th question, recognized way of behavior of folk. Option A moves, option B norms, option C folk way, and option D moors. Recognized way of behavior of folk is option C folk way. 9th question is, caste system is in the society is option A nominated, option B elected, option C by birth, and option D none. Caste system in the society is acquired by birth ആണ് ആൻസർ. Okay.
And the 10th question is dash functioned by rules and regulations. Option A primary group, option B secondary group, option C both, and option D none. Secondary group is functioned by rules and regulations. Option B ആണ് ആൻസർ. ഇനി നമുക്ക് 2 മാർക്ക് ആൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 മാർക്കും 5 മാർക്കും അതുപോലെ എസ്സേയും ഡിസ്കസ് ചെയ്യാം. സോഷ്യലൈസേഷൻ 5 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്, അതുപോലെ 50 മാർക്കിനും ഏജൻസീസും അതുപോലെ തന്നെ ടൈപ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൾച്ചർ 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പ്രൈമറി ഗ്രൂപ്പ്സ് ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, അപ്പൊ പ്രൈമറി ഗ്രൂപ്പ് എന്താണെന്ന് എഴുതണം. അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് അതിന്റെ എഴുതണം. അത് 5 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സോഷ്യൽ കൺട്രോൾ, വാട്ട് ഈസ് സോഷ്യൽ കൺട്രോൾ ആൻഡ് വേരിയസ് മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ, എസ്സേ ആണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സോഷ്യൽ പ്രോസസ് ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ പ്രോസസ്, എസ്സേ ആണ്. 6th question is rural problems. 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. 7th question is describe 5 ways of social learning in the process of socialization. 10 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സോഷ്യൽ ലേണിംഗ് പ്രോസസ്സ് പഠിച്ചൂലെ, ഇമിറ്റേഷൻ, റോൾ ലേണിംഗ്, അതൊക്കെയാണ് സോഷ്യൽ ലേണിംഗ് പ്രോസസ്സ്. അത് 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സോഷ്യലൈസേഷന്റെ ഡെഫിനേഷനും കൂടിയിട്ട് എഴുതുക. 8th question is social stratification. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ ഡെഫിനേഷനും അതുപോലെ തന്നെ ടൈപ്സും ഒക്കെ 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. സോഷ്യൽ സെക്യൂരിറ്റി ഡെഫിനേഷൻ 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. കമ്മ്യൂണിറ്റിയും കമ്മ്യൂണിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സും കൂടിയിട്ട് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ ടോപ്പിക്കിന് നമ്മുടെ DHIC എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ്. 1 വേർഡ് ഡിസ്കസ് ചെയ്ത് നമ്മൾ 2 മാർക്കും 5 മാർക്കും 50 മാർക്കിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. Okay, thank you.